അപ്പോൾ തീവ്രവാദം, രക്തസാക്ഷിത്വം തുടങ്ങിയ പദപ്രയോഗങ്ങൾ കൂടുതലായിട്ടും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം കേൾക്കാറുള്ള പദങ്ങളാണ്. ഇതിൽ ആദ്യത്തേത് മുസ്ലിങ്ങളുടെ എതിരാളികളെന്ന് പറയപ്പെടുന്നവർ മുസ്ലിങ്ങളുടെ മേൽ ആരോപിക്കുന്നതും, അതായത് തീവ്രവാദം മുസ്ലിങ്ങളുടെ മേൽ ആരോപിക്കുന്നതും. രണ്ടാമത്തേത്, അതായത് രക്തസാക്ഷിത്വം, പിന്നെ ഷഹീദ് എന്നുള്ള വേർഡാണ് അതിന് അറബിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രക്തസാക്ഷിത്വം എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ പദം ഓരോ മുസ്ലിങ്ങളും വലിയ ഭയഭക്തിയോടെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നതുമാണ്. ഇപ്പൊ തീവ്രവാദം എന്നുള്ളത് മുസ്ലിങ്ങളുടെ മേൽ ആരോപിക്കപ്പെടുന്ന, മുസ്ലിങ്ങളുടെ ശത്രുക്കൾ ആരോപിക്കപ്പെടുന്ന ഒരു പദമാണെന്ന് വിചാരിക്കാം. പക്ഷെ ഓരോ മുസ്ലിമും ആകുന്നത് താൻ ഷഹീദാകണം, രക്തസാക്ഷിയാകണമെന്നാണ്. കാരണം മതത്തിന്റെ പേരിൽ രക്തസാക്ഷിത്വം വരിക്കുന്നവർക്ക് സ്വർഗം ഉറപ്പാണെന്നാണ് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താൻ ഷഹീദാകണം, രക്തസാക്ഷിയാകണം എന്ന രൂപത്തിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. യാതൊരു കാര്യത്തിലും തീവ്രമായ ആത്യന്തികത പുലർത്തുന്നതിനെ ഇസ്ലാം എതിർക്കുന്നു. സത്യത്തിൽ ഷഹീദ് എന്ന വാക്കുപോലും ഖുർആനിൽ രക്തസാക്ഷി എന്ന അർത്ഥത്തിൽ അവരുടെ അടിസ്ഥാന വേദത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഈ സത്യം പോലും ഈ വേദത്തിന്റെ അനുയായികളായ ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും അറിയില്ല എന്നുള്ളതാണ്. ഷഹീദാക എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ തന്റെ സഹജീവികളെ വെട്ടിക്കൊന്നിട്ട് രക്തസാക്ഷിത്വം വഹിക്കുക എന്നുള്ളതാണ് ഇന്ന് മുസ്ലിം സമൂഹം അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഖുർആനല്ലാത്ത മറ്റു പ്രമാണങ്ങളിലുമൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത്. സത്യത്തിൽ ഖുർആൻ ഈ വാക്ക് ഉപയോഗിച്ച ഒരു സ്ഥലത്തും തന്നെ രക്തസാക്ഷിയാവുക അല്ലെങ്കിൽ തന്റെ സഹജീവികളെ കൊന്നുകൊണ്ട് രക്തസാക്ഷിത്വം വഹിക്കുക എന്ന അർത്ഥത്തിൽ ഈ പദം സത്യത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. അപ്പോൾ ഇസ്ലാം ഒരു തരത്തിലും തീവ്രമായ നിലപാട് പ്രോത്സാഹിപ്പിക്കുന്നില്ല, പുലർത്തുന്നില്ല. ഇസ്ലാം അതിനെ തീവ്രമായ നിലപാടിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും മധ്യമ നിലപാട് സ്വീകരിക്കാനാണ് ഖുർആൻ നിഷ്കർഷിക്കുന്നത്. അതാണ് ഞാൻ ഓതിവെച്ച ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു അള്ളാഹു എന്ന് പറയുന്നു. ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളിലാണെങ്കിലും തീവ്രമായ, അത് സത്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഏത് ആത്യന്തികതയിലേക്ക് പോകുക, ഒരു വാഹനം ഓടിക്കുകയാണെങ്കിൽ തന്നെ ഉദാഹരണമായിട്ട് പറയാം, അതിന്റെ ഏറ്റവും വലിയ, അതിൽ എഴുതപ്പെട്ട ഏറ്റവും വലിയ വേഗത്തിൽ ആ വാഹനം ഓടിച്ചാൽ ആ വാഹനം ഏറിക്കവിഞ്ഞാൽ 1, 2, 3 ദിവസം ആ വാഹനം ഉണ്ടാവുകയുള്ളൂ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് എവിടെയെങ്കിലും ഇടിച്ച് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ മെല്ലെയും അതിന് പോകാൻ കഴിയില്ല. അപ്പോൾ ഒരു മിതമായ, അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഖുർആൻ പ്രധാനമായും ഊന്നുന്നത് ഒരു മധ്യമ നിലപാട് സ്വീകരിക്കാനാണ് ഖുർആൻ നിഷ്കർഷിക്കുന്നത്. എന്നാൽ പലപ്പോഴും വിശ്വാസത്തിന്റെ പേരുകൾ പറഞ്ഞുകൊണ്ടുള്ള തീവ്ര നിലപാടുകളെ വിശ്വാസദാർഢ്യത്തിന്റെ ലക്ഷണമായാണ് വിശ്വാസികൾ കാണുന്നത്. തീവ്ര നിലപാടുകളെ അവന്റെ വിശ്വാസദാർഢ്യത്തിന്റെ ലക്ഷണമായാണ് വിശ്വാസികൾ കാണുന്നത്. പക്ഷേ ആ തീവ്ര നിലപാട് തന്നെ ഞാൻ പറഞ്ഞല്ലോ അനുഷ്ഠാനങ്ങളിലാണ്, അല്ലെങ്കിൽ വേഷഭൂഷാദികളിലാണ്. ഒരാൾ താടി വെച്ചിട്ടില്ലെങ്കിൽ അവിടെ തീവ്ര നിലപാട്. ഒരാൾ വസ്ത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എവിടെയെങ്കിലും താഴ്ന്നു കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ തീവ്ര നിലപാട്. അല്ലെങ്കിൽ ഏതെങ്കിലും അനുഷ്ഠാന ആചാരങ്ങളുടെ പേരിൽ തീവ്ര നിലപാട്. പക്ഷെ ഈ നിലപാടുകൾ ഏത് മതമായാലും ആ മതത്തിന്റെ മൗലിക തത്വങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ധർമ്മം, നീതി, സത്യം, ന്യായം, സഹജീവി സ്നേഹം, കരുണ പോലെയുള്ള മൗലികമായ തത്വങ്ങളിൽ ഈ തീവ്ര നിലപാട് സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുമില്ല. അപ്പോ രണ്ടറ്റത്തേക്കും പോകാതെ മധ്യനില സ്വീകരിക്കുന്നതിനെ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിലെ കഴിവുകേടോ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ ആർജവക്കുറവോ മൂലം സ്വീകരിക്കുന്ന ഒരു അഴകുഴമ്പൻ നിലപാടാണ് അതെന്ന് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് തോന്നാമെങ്കിലും ഇതുകൊണ്ട് തന്നെയായിരിക്കണം വിശ്വാസദാർഢ്യത്തിന്റെ പേരിൽ ചിലർ ഇസ്ലാം അനുശാസിക്കുന്ന മധ്യനില കൈവിട്ട് പലപ്പോഴും തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നത്. സത്യത്തിൽ ഇത് മതത്തിലെ സൂക്ഷ്മതക്കുറവായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ തീവ്ര നിലപാട് പ്രത്യക്ഷത്തിൽ
സമൂഹത്തിന് ദോഷകരമല്ല എന്ന് തോന്നുന്ന നിസ്സാരമായ പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങി അത് ആത്യന്തികതയിലേക്ക് എത്തി അത് ഒരു മതഭീകരതയിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് ഒരുപോലെ ശരിയെന്ന് തോന്നുന്ന, അതായത് ഖുർആൻ മധ്യമ നിലപാട് സ്വീകരിക്കാനുള്ള ചില കാരണങ്ങൾ ഞാൻ പറയാം. ഒരുപോലെ ശരിയെന്ന് തോന്നുന്ന രണ്ട് വിരുദ്ധ സംഗതികളുടെയോ വ്യക്തികളുടെയോ കാര്യത്തിൽ മധ്യനില സ്വീകരിക്കുക എന്നതിന് സന്തുലിതത്വം പാലിക്കുക എന്നാണ് അർത്ഥം. ഇത് രണ്ടിനോടും സമദൂരം പാലിക്കാൻ ഇടവരുത്തുന്നു. രണ്ടും ഒരുപോലെ ശരിയെന്ന് തോന്നുന്ന സംഗതികൾ, അത് ചിലപ്പോൾ സംഗതികളാകാം, ചില വ്യക്തികളാകാം. ഇവരുടെ കാര്യത്തിൽ മധ്യനില സ്വീകരിക്കുക എന്നതിന് സന്തുലിതത്വം പാലിക്കുക എന്നാണ് അർത്ഥം. ഇത് രണ്ട് സംഗതിയോടും, വ്യക്തിയോടായാലും സംഗതിയോടാണെങ്കിലും സമദൂരം പാലിക്കാൻ ഇടവരുത്തുന്നു. പരസ്പര വിരുദ്ധങ്ങളായ രണ്ടിനെയും വീക്ഷണപരിധിയിൽ നിലനിർത്തുകയും രണ്ടിനോടും സംവദിക്കാനുള്ള അവസരവും നൽകുകയും ചെയ്യുന്നു. ഏത് മധ്യമ നിലപാട് സ്വീകരിക്കുമ്പോൾ ഏതൊരു വസ്തു രണ്ടിനെയും രണ്ട് വിരുദ്ധമായ രണ്ട് സംഗതി, ആ വിരുദ്ധമായ രണ്ട് സംഗതിയുടെ മധ്യത്തിൽ നാം നിലകൊള്ളുമ്പോൾ ഈ രണ്ട് സംഗതിയെയും വിലയിരുത്തുവാനും അതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന് ഗുണപ്രദവും ഏതാണ് സത്യമെന്നും ഏതാണ് ഏറ്റവും ശരിയെന്നും മനസ്സിലാക്കാനും വിലയിരുത്താനും അത് സ്വീകരിക്കാനും അതുകൊണ്ട് ഇവന് പിന്നെ എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് നീങ്ങി എന്ന് വിചാരിക്കുക, മധ്യനിലപാട് വിട്ട് രണ്ട് സംഗതി, ആ രണ്ട് സംഗതികളിൽ മധ്യനിലപാട് സ്വീകരിക്കാതെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നീങ്ങിയാൽ അതിനോട് ചായ്വ് കാണിക്കുകയോ മേൽപ്പറഞ്ഞ രണ്ടിനെയും വിലയിരുത്താനുള്ള സാധ്യതകൾ ഇല്ലാതാവുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നിനോട് നമ്മൾ അടുക്കുന്നതിന്റെ തോതനുസരിച്ച് മറ്റ് രണ്ട് സംഗതികൾ ഇപ്പൊ നമ്മുടെ മുമ്പിൽ വരികയെന്ന് വിചാരിച്ചോളൂ, രണ്ട് ആശയങ്ങളോ രണ്ട് വ്യക്തികളോ. അപ്പോൾ ഒന്നിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റതിനോട് അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യത്തിൽ അവിടെ നടക്കുന്നത്. അപ്പോൾ ആ മറ്റൊന്നിനോട് അകലുമ്പോൾ അതൊരു സത്യത്തിന്റെ പേരിലാണെങ്കിലും ഇപ്പൊ നമ്മൾ പറയാം, ഇപ്പൊ നമ്മൾ കുറച്ച് ആളുകൾ ഒരു യാത്ര പോകുകയാണെന്ന് വിചാരിക്കും. അതിൽ മൂന്നാലാളുകളുടെ കൂട്ടത്തിൽ മൂന്നാലാളുകൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് സത്യം മനസ്സിലായി. ഈ മനസ്സിലായ ആളുകൾ ബാക്കിയുള്ള 6 ആളുകൾ, 10 ആളാന്ന് വിചാരിച്ചോളൂ, ഈ ബാക്കിയുള്ള 6 ആളുകളിൽ നിന്ന് അവരെ അകറ്റിക്കൊണ്ടല്ല, അവരെയും കൂടെ നിർത്തിക്കൊണ്ട് ഈ സത്യം അവരെ കൊണ്ട് വിലയിരുത്തിപ്പിക്കാനും അവർക്ക് മനസ്സിലാക്കിപ്പിക്കാനും അവരുടെ കൂടെ തന്നെ ഒരു സമദൂരം അവരോട് പാലിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെ അല്ലെങ്കിൽ അവരെ തന്നെ ഒപ്പം കൂട്ടുന്ന ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുക എന്നതാണ് ഖുർആനിന്റെ നിലപാട്. മറിച്ച് ഈ സത്യത്തിന്റെ ഭാഗത്തേക്ക് പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് വന്നിട്ട് മറ്റുള്ളവരെ മുഴുവൻ ശത്രുക്കളാക്കുകയും അധിക്ഷേപിക്കുകയും അവരെ നിഷേധികളാക്കുകയും കാഫറാക്കുകയും അവരെ നരകത്തിന്റെ അവകാശികളാക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും അവർക്ക് നാം മനസ്സിലാക്കിയ സത്യത്തെക്കുറിച്ച് വിലയിരുത്താനോ അവർക്ക് കണ്ടെത്താനോ നമ്മൾ മനസ്സിലാക്കിയ ആശയത്തെ അതിൽ എന്തെങ്കിലും ശരിയുണ്ടെന്ന് പരിശോധിക്കാനോ അവർക്കുള്ള സാധ്യത നാം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇസ്ലാം എന്തുകൊണ്ട് മധ്യനില സ്വീകരിക്കുന്നു എന്നതിന് യുക്തിഭദ്രവും ശാസ്ത്രീയവുമായ അനേകങ്ങൾ കാരണങ്ങൾ ഇനിയും നമുക്ക് പറയാൻ കഴിയും, കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഒരു പ്രശ്നത്തിന്റെ പകുതി മാത്രം, അപ്പൊ നമ്മൾ രണ്ട് സംഗതികളിൽ ഒരു സംഗതിയിലേക്ക് മാത്രം പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ രണ്ട് ആശയങ്ങളിൽ ഒരാശയത്തിലേക്ക് പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് ചായ്വ് കാണിച്ച് അതിന്റെ ഭാഗം നിൽക്കുമ്പോൾ മറ്റതിലെ എന്തെങ്കിലും സത്യമുണ്ടോ, അതിലെന്തെങ്കിലും ഹക്കുണ്ടോ, അല്ലെങ്കിൽ അവിടെ എത്ര നീതിയുണ്ട്, അവിടെ എത്ര ന്യായമുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരവസ്ഥയും നമുക്ക് സംജാതമാകും. അതുകൊണ്ടാണ് ഏത് പ്രശ്നങ്ങളുടെയും മധ്യനിലയിൽ നിന്നുകൊണ്ട് ആ പ്രശ്നത്തെ വിലയിരുത്തണമെന്ന് ഖുർആൻ കൽപ്പിക്കാനുള്ള കാരണം. ഇങ്ങനെ യുക്തിഭദ്രവും ശാസ്ത്രീയവുമായ അനേകം കാരണങ്ങൾ ഇനിയും നമുക്ക് കണ്ടെത്തിയേക്കാം. പക്ഷേ മേൽപ്പറഞ്ഞ ചില കാരണങ്ങളും അതിന്റെ ഭാഗം തന്നെയാണ്. മധ്യനില എന്നാൽ നിഷ്പക്ഷത എന്നാണ് അതിന്റെ ഒരു ഗുണം. അതുപോലെ തന്നെ വീണ്ടും വിചാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി അതിലെ നല്ല വശങ്ങളായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. മതത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും തീവ്ര നിലപാടിന് പകരം നിഷ്പക്ഷതയുടെയും സമചിത്തതയുടെയും വീണ്ടും വിചാരത്തോടുകൂടിയും ഉള്ള സമീപനങ്ങളായിരിക്കും ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും ഉചിതമായിരിക്കുക.
തീവ്ര നിലപാട് തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ എൻ്റെ ഈ ക്ലാസിന്റെ അടുത്ത ഈ 2ാം സെഷനിലുള്ള ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു. തീവ്ര നിലപാട് തന്നെ ആചാരാനുഷ്ഠാനങ്ങളിലും ഉപരിപ്ലവമായ മറ്റു ചില കാര്യങ്ങളിലും മാത്രമാണ് കാണാൻ കഴിയുന്നത്. ചില ആചാരങ്ങൾ ചെയ്യാത്തതിന്റെ പേരിലാ തീവ്രത, അല്ലെങ്കിൽ വേഷത്തിന്റെ ഏതെങ്കിലും പ്രശ്നത്തിലാ തീവ്ര നിലപാട്, അല്ലെങ്കിൽ ഒരു കുട്ടി വിദ്യാഭ്യാസിക്കാൻ, ഒരു മുസ്ലിം പെൺകുട്ടി വിദ്യാഭ്യാസിക്കാൻ തീരുമാനിച്ചു എന്നതിന്റെ പേരിലാണ് അതിനെതിരിൽ തീവ്ര നിലപാട് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ ഒളുവിന്റെ വെള്ളം ഇന്ന സ്ഥലത്ത് ലേശം മുഴുവനായിട്ടില്ല എന്നതിന്റെ പേരിലാണ് തീവ്ര നിലപാട്. ഇതേ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ഒരു സത്യം കാണുമ്പോൾ ആ സത്യത്തിന്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരു നീതി കാണുമ്പോൾ ആ നീതിയുടെ സ്ഥാനത്ത് അതിനോട്, അല്ലെങ്കിൽ ഒരു ധർമ്മ നിലപാട് കാണുമ്പോൾ അതിനോട് തീവ്ര നിലപാട് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ തന്റെ സഹജീവികളോട് കരുണ കാണിക്കേണ്ട ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ തീവ്ര നിലപാട് സത്യത്തിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയാറില്ല. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, അത്ര തന്നെ പ്രധാനമല്ലാത്ത താടി, തലപ്പാവ്, സുന്നത്ത് നമസ്കാരങ്ങൾ, ദിക്ർ, ദുആ തുടങ്ങിയ അനുഷ്ഠാനങ്ങളിൽ ആരെങ്കിലും വീഴ്ച വരുത്തുന്നത് കാണുമ്പോൾ അക്രമാസക്തരായ രീതിയിൽ പ്രതികരിക്കുന്നവർ, ഇതൊക്കെ കാണുമ്പോൾ അക്രമാസക്തമായ രീതിയിൽ പ്രതികരിക്കുന്നവർ സത്യനിഷേധം, അയൽക്കാരനോടുള്ള ദ്രോഹം, മാതൃരാജ്യത്തോടും സ്വസമുദായത്തിനോടും തന്നെ ചെയ്യുന്ന മറ്റു അപരാധങ്ങൾ, ചതി, വഞ്ചന, ആഡംബരം, ധൂർത്ത്, പിശുക്ക് തുടങ്ങിയ വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ വലിയ വിട്ടുവീഴ്ചയും സഹിഷ്ണുതയും ഇതേ ആളുകൾ തന്നെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് നമ്മൾ പറയുന്നത്, നിലപാടുകൾ, തീവ്രമായ നിലപാടുകൾ സത്യത്തിൽ സ്വീകരിക്കേണ്ട ഭാഗത്ത് ഒരു വിട്ടുവീഴ്ച മനോഭാവവും ഒരു സഹിഷ്ണുതയും സ്വീകരിക്കുകയും, എന്നാൽ തീവ്ര നിലപാടുകൾ സ്വീകരിക്കേണ്ടാത്ത കാര്യങ്ങളിലാകട്ടെ അതിതീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഇന്ന് നമുക്ക് മുസ്ലിങ്ങളെ പൊതുവെ കാണാൻ കഴിയുന്നത്. സാമൂഹ്യമായി യാതൊരു പ്രത്യാഘാതവും സൃഷ്ടിക്കാത്ത, അത് ചെയ്യുന്ന വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ചെറിയ ചെറിയ മനുഷ്യ സഹജമായ വീഴ്ചകളോട് അക്രമാസക്തമായി പ്രതികരിക്കും. അതാ ഞാൻ പറയുന്നത്, ഒരു താടി വെച്ചിട്ടില്ലെങ്കിൽ അത് ആ വ്യക്തിയുടെ മാത്രം പ്രശ്നമാണ്, അതിൽ തീവ്ര നിലപാട് സ്വീകരിക്കേണ്ടതില്ല. അത് വെച്ച വ്യക്തിയുടെയോ വെച്ച വ്യക്തിക്ക് അത് അയാളുടെ മാത്രം പ്രശ്നം, താടി വെക്കാത്ത വ്യക്തിക്ക് അത് അയാളുടെ മാത്രം പ്രശ്നം. പക്ഷെ നേരെ മറിച്ച് ഒരു ചതി അങ്ങനെയല്ല, ഒരു വഞ്ചന അങ്ങനെയല്ല, ഒരു അയൽവാസിയോടുള്ള ദ്രോഹം അങ്ങനെയല്ല. അത് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ചെയ്യുന്ന വ്യക്തിയിൽ മാത്രമല്ല അതിന്റെ പ്രത്യാഘാതം ഒതുങ്ങി നിൽക്കുക. അപ്പൊ അത്തരം കാര്യങ്ങളോടെന്തില്ല, തീവ്ര നിലപാടില്ല. നേരെ മറിച്ച് ഈ ചെയ്യുന്ന വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, അക്രമാസക്തരായി ഒരു പ്രതികരിക്കുകയും കടുത്ത സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും സമുദായത്തെ ഒന്നടങ്കം സംശയത്തിന്റെ നിഴലിൽ നിൽക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള കടുത്ത കുറ്റകൃത്യങ്ങൾ സമുദായാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ കുറ്റകരമായ നിസ്സംഗതയും അതിനോട് ഒരു വിട്ടുവീഴ്ച മനോഭാവവും പുലർത്തുകയും ചെയ്യുന്നവരാണ് നമ്മിൽ പലരുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആഗോളതലത്തിൽ ഇതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ നിരീക്ഷണത്തിലാണെന്ന് പറയപ്പെടുന്നു. അതിന്റെ കാരണങ്ങളിലേക്ക് മുഴുവനായി കടക്കാനോ വിലയിരുത്തുവാനോ ഈ ചെറിയ സമയം വെച്ചുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ആ വിഷയത്തിലുള്ള ആശങ്ക പരിമിതമായ ചില അറിവുകളുടെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. ഈ വിഷയത്തോട് കുറച്ചെങ്കിലും നീതി പുലർത്തണമെങ്കിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ പാശ്ചാത്യരും പൗരസ്ത്യരും ഒരുപോലെ ദുഷ്പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണെന്ന് മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും പൊതുസമൂഹത്തിലെ നിഷ്പക്ഷമതികളായ ന്യൂനപക്ഷങ്ങളും വിശ്വസിക്കുന്നു. ഇതിൽ തീരെ വാസ്തവമില്ലെന്ന് പറയാനാകില്ല. ഇസ്ലാമോഫോബിയ എന്ന ഒരു പ്രയോഗം തന്നെ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. ഇത്രമേൽ നികൃഷ്ടരും നിന്ദ്യരും അകറ്റി നിർത്തപ്പെടേണ്ടവരുമാണോ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം മാനവ മോചനത്തിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഒരു വേദവും ആ വേദവും ഒരു അവസാനമായി വന്ന ഒരു പ്രവാചകനും ആ പ്രവാചകന്റെ അനുയായികളും ലോകത്താകമാനം തീവ്രവാദികളും ഭീകരവാദികളും നികൃഷ്ടരും നിന്ദ്യരും ആയി അകറ്റി നിർത്തപ്പെടേണ്ടവരാണോ? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തപ്പെടേണ്ടവരായിരുന്നോ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എന്ന് നാം ചിന്തിക്കണം. പാശ്ചാത്യ പൗരസ്ത്യ ലോബികളുടെ എല്ലാ ആരോപണങ്ങളെയും തള്ളിക്കളയുമ്പോൾ തന്നെ ഇതൊക്കെ ഭീകരവാദികളും
തീവ്രവാദികളുമാണ് മുസ്ലിങ്ങളെന്ന് പാശ്ചാത്യ പൗരസ്ത്യ ലോബികളുടെ ആരോപണങ്ങളാണെന്ന് വിചാരിക്കാം. അതിനൊക്കെ അതേ നാണയത്തിൽ തന്നെ തള്ളിക്കളയുകയാണ് എന്ന് വിചാരിക്കുക. എന്നാൽ തന്നെയും മുസ്ലിം അവന്റെ ഇസ്ലാമിക അസ്തിത്വത്തോട് എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട് എന്ന കാര്യം കൂടി നാം പരിശോധനാ വിധേയമാക്കണം. ഇസ്ലാമിക കാര്യങ്ങളിൽ അവഗാഹം നേടിയവരെന്ന് അവകാശപ്പെടുന്ന ചിലർ മറ്റു മതക്കാരുമായിട്ടുള്ള സംവാദങ്ങളിൽ ഏർപ്പെടുന്നതും പൊതുസമൂഹം ഒരുതരം സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി അതെല്ലാം വീക്ഷിക്കുന്നതും കാണാം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു കാര്യമാണിത്. മറ്റു മതസ്ഥരുമായിട്ട് വാദപ്രതിവാദം നടത്തുക, തനിക്ക് ഇസ്ലാമിൽ വളരെ അവഗാഹമുണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകൾ. എന്നാൽ പൊതുസമൂഹം ഇത് വളരെ ഒരു ആവേശത്തോടുകൂടി, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ഇതെല്ലാം വീക്ഷിക്കുകയും കാണുകയും ഇതെല്ലാം കേൾക്കുകയും ചെയ്യാറുണ്ട്. ആരോഗ്യകരമായ സംവാദങ്ങൾ സത്യത്തിൽ അഭിലഷണീയം തന്നെയാണ്. എന്നാൽ ഇത്തരം സംവാദകർ പലപ്പോഴും തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രൂപ്പിന്റെയോ വിഭാഗത്തിന്റെയോ കൂടിയാൽ തങ്ങളുടെ മതത്തിന്റെ തന്നെയോ വക്താവ് എന്ന നിലക്കാണ് പെരുമാറാറുള്ളത്. മാനവികതയുടെ മൊത്തത്തിലുള്ള ഉത്കർഷത്തിനും നന്മക്കും വലിയ പ്രാമുഖ്യം കൊടുത്ത് കാണാറില്ല. അതാ ഞാൻ പറയുന്നത്, പല സംവാദങ്ങളും തങ്ങളുടെ വിശ്വാസങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ ആചാരങ്ങളെയോ അതിൻ്റെ മേന്മയോ പറഞ്ഞു മനസ്സിലാക്കി അവിടെ ജയിച്ചു എന്ന് വരുത്താനല്ലാതെ മാനവികതയുടെ മനുഷ്യരാശിയുടെ മൊത്തത്തിലുള്ള ഗുണത്തിനും മൊത്തത്തിലുള്ള നന്മക്കും ഉതകുന്ന രൂപത്തിലുള്ള വാദങ്ങളോ അല്ലെങ്കിൽ ആശയങ്ങളോ തർക്കങ്ങളോ അതിനുവേണ്ടിയുള്ള വാഗ്വാദങ്ങളോ ഇവർ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാറില്ല. ഇതുമൂലം സംവാദകന്റെ വ്യക്തിത്വമോ കൂടിയാൽ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ കേമത്വമോ മാത്രമേ അവിടെ പ്രകടമാവുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ, പ്രത്യേകിച്ച് ഖുർആൻ വിഭാവനം ചെയ്യുന്ന എല്ലാത്തരം ഭിന്നതകൾക്കും അതീതമായ മാനവിക ഐക്യം, മനുഷ്യരുടെ മോചനം എന്ന ലക്ഷ്യം ഇവിടെ സഫലമാകാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരം സംവാദങ്ങൾ കൊണ്ട് ഏറിക്കവിഞ്ഞാൽ ആ സംവാദകന്റെ മതത്തിലെ ഏത് ഗ്രൂപ്പിനെയാണോ അയാൾ പ്രതിനിധാനം ചെയ്യുന്നത് ആ ഗ്രൂപ്പിന് ചിലപ്പോൾ ഒരു മേന്മ കിട്ടിയെന്ന് വരാം. അത് മാനവരാശിയുടെ മൊത്തത്തിലുള്ള നന്മക്കോ ഐക്യത്തിനോ അവരുടെ ഗുണത്തിനോ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഖുർആനിന്റെ ആ ലക്ഷ്യം, ആ മാനവിക ഐക്യം എന്ന ലക്ഷ്യം, മനുഷ്യരെ ഭിന്നിപ്പിക്കരുത് എന്ന ആ ലക്ഷ്യം സഫലമാകാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇതുമൂലം ഒരിക്കൽ ഇത്തരത്തിൽപ്പെട്ട ഒരു സംവാദകൻ പറയുന്നത് നാം കേട്ടിട്ടുണ്ടാവും. എന്താണ് അയാൾ പറഞ്ഞത്? ഞാനൊരു തീവ്രവാദി തന്നെയാണ്. മതത്തിന്റെ അനുഷ്ഠാന ആചാര വിഷയങ്ങളിലാണ് ആ തീവ്രത എന്നും അയാൾ എടുത്തു പറഞ്ഞു. നമുക്കറിയാവുന്ന ഒരാളാണ്, ആ പേര് ഞാൻ പറയുന്നില്ല. ഇന്ത്യയിൽ വളരെ പ്രസിദ്ധനായിട്ട് ഇപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സംവാദകനാണ്. അയാൾ പറഞ്ഞു, ഞാൻ ഒരു തീവ്രവാദിയാണ്. അയാൾ പറഞ്ഞത്, ഞാൻ സത്യത്തിനു വേണ്ടി എന്നല്ല, ഞാൻ നീതിക്ക് വേണ്ടി എന്നല്ല, ഞാൻ ധർമ്മത്തിന് വേണ്ടി എന്നല്ല, മറിച്ച് ഞാൻ തൊപ്പി ധരിക്കുന്ന കാര്യത്തിൽ, ഞാൻ താടി വെക്കുന്ന കാര്യത്തിൽ, ഞാൻ ചില അനുഷ്ഠാന ആചാരങ്ങളുടെ പേരിൽ ഞാൻ തീവ്രവാദി തന്നെയാണ് എന്ന് അയാൾ തന്നെ എടുത്തു പറയുണ്ടായി. അല്ലാതെ മാനവരാശിക്ക് മൊത്തത്തിൽ ഗുണകരമായ പരിശുദ്ധ ഖുർആനിന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട വിധിവിലക്കുകളെ കുറിച്ച് ഞാൻ തീവ്രമായ നിലപാട് സ്വീകരിക്കുന്നവനാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഇത്തരം തീവ്രവാദങ്ങൾ ഒരു ബഹുമത സമൂഹത്തിൽ ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. നമുക്കറിയാം, സമീപകാലത്തായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ കാര്യകാരണങ്ങൾ വ്യത്യസ്തമാണെങ്കിലും 99% മുസ്ലിം ആധിക്യ പ്രദേശങ്ങളിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് നിഷേധിച്ചിട്ട് കാര്യമില്ല. കാരണങ്ങൾ എന്താണെന്നറിയില്ല, കാര്യകാരണങ്ങളൊക്കെ പലതാകാം. പക്ഷെ എന്തുകൊണ്ടോ സംഘർഷങ്ങൾ നടക്കുന്ന 90% സ്ഥലങ്ങളും, ലോകത്ത് സംഘർഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ എടുത്തു നോക്കിയാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകുകയും, മുസ്ലിം മുഅ്മിൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മറ്റുള്ളവർക്ക് സുരക്ഷിതത്വവും സമാധാനവും പ്രദാനം ചെയ്യുന്നവൻ എന്നാണ്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സുരക്ഷിതത്വവും സമാധാനവും എന്നൊക്കെയാണ്. എന്ന് പറയുമ്പോൾ തന്നെ 3 മുസ്ലിങ്ങൾ ഒന്നിച്ചു കൂടിയിടത്തൊക്കെ ഇത്തരം സംഘർഷങ്ങൾ നിരന്തരം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥത്തിന് തന്നെ തകരാറ്, അല്ലെങ്കിൽ ആ വാക്കിനെ തന്നെ
അവമതിക്കുന്ന രൂപത്തിലാണ് മുസ്ലിങ്ങളുടെ പ്രവർത്തനം. 3 മുസ്ലിങ്ങൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെ സംഘർഷങ്ങളും പരസ്പരം അടിയും പരസ്പരം വഴക്കും സംഘർഷങ്ങളിലും ശത്രുതയിലുമാണ് മുസ്ലിങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. മതകാര്യങ്ങളെന്നാൽ അതിലെ ഏതാനും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിലനിർത്തുന്നതിലാണെന്നും അതിന്റെ പേരിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാൻ പാടുള്ളതല്ലെന്നും അതിലൂടെയാണ് മതപരമായ തങ്ങളുടെ വ്യതിരിക്തത നിലനിർത്തപ്പെടേണ്ടതെന്നും അന്ധമായും തീവ്രമായും വിശ്വസിക്കുന്നതിലൂടെ പരിശുദ്ധ ഖുർആന്റെ വിശാലമായ എത്രയെത്ര താല്പര്യങ്ങളെയാണ് ഇക്കൂട്ടർ ബലികഴിക്കപ്പെടുന്നത് എന്ന് ഈ കൂട്ടർ അറിയുന്നില്ല. സത്യത്തിൽ അതാണ്. ഇത്തരം തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിന് ഖുർആനിന്റെ തന്നെ ആയത്തുകളെ ഇവർ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരായത്ത് നമുക്ക് 8:11 നമുക്കറിയാം. 8 സൂറത്ത് അൻഫാലിലുണ്ടല്ലോ, ശത്രുക്കളുടെ പിരടിക്ക് മുകളിൽ വെട്ടുക, വെട്ടിയിട്ടും പോരാ, പിന്നെ ആ വെട്ടി വീഴ്ത്തപ്പെട്ട ജഡങ്ങളുടെ കൈവിരലുകളും വെട്ടുക. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾക്ക് ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ മനുഷ്യരുടെ കൈവിരലുകൾ വെട്ടി ചില്ലി ഉണ്ടാക്കാനാണോ? പിരടിക്ക് മുകളിൽ വെട്ടിയിട്ട് ഫൊലരിബു ഫൗക്കൽ അയനാക്കി എന്നുള്ള ഈ ആയത്തിനെയാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ഫൊലരിബു ഫൗക്കൽ അയനാക്കി, പിരടികളുടെ മുകളിൽ ശത്രുക്കളുടെ വെട്ടുക. ഇനി വെട്ടി ശരി, ഓക്കെ, അയാൾ പിന്നെ പിടഞ്ഞു വീണു മരിച്ചു ശത്രു. ഇനിയോ വലരിബു കുല്ല ബനാൻ, അവർ വ്യാഖ്യാനിച്ചത്, അതിന് പിന്നീട് ഞാൻ വിശദീകരിക്കേണ്ടത് എന്താണ് ആയത്ത്. വലരിബു കുല്ല ബനാൻ, അവരുടെ വിരലുകളും വെട്ടുക. വിരലുകൾ ഓരോന്നിങ്ങനെ നമ്മൾ ഈ കോഴിയെ വെട്ടുന്നത് പോലെയില്ല, ഇതുപോലെ വെട്ടണമെന്ന് നടന്ന് ഓരോ ജഡത്തിന്റെയും വിരലുകളും വെട്ടാൻ. 2:191 വിശദീകരിച്ചു. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ഖുർആനിലെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ഇവർ വ്യാജമായ പ്രമാണങ്ങൾ ഖുർആനിന്റെ പേരിൽ, അത് ഞാൻ നമ്മുടെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാത്ത ആളുകളോട് മുഴുവൻ യുദ്ധം ചെയ്യാനും, നിസ്കരിക്കാത്ത സക്കാത്ത് കൊടുക്കാത്ത ആളുകളോടും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാത്ത ആളുകൾ മനുഷ്യരാശിയോട് മുഴുവൻ യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന രൂപത്തിലുള്ള വ്യാജമായ പ്രമാണങ്ങൾ മുസ്ലിം സമൂഹം എഴുതിയുണ്ടാക്കിയതിന് പുറമെ ഖുർആനിലെ തന്നെ ഇത്തരം ചില വചനങ്ങൾ തെറ്റായിക്കൊണ്ട് പരിഭാഷപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ 2:101 പറയുന്നു, ഫഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, ശത്രുക്കളെ കണ്ടേടത്ത് വെച്ച് കൊല്ലുക എന്നാണ്. നിങ്ങൾ 2:191 മലയാളത്തിൽ എഴുതപ്പെട്ട ഏത് പരിഭാഷ എടുത്ത് വായിച്ചു നോക്കുക. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, കണ്ടേടത്ത് വെച്ച് അവരെ നിങ്ങൾ കൊന്നുകളയുക. ഇങ്ങനെ എഴുതപ്പെട്ട ഖുർആനിന്റെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്, തെറ്റായ പരിഭാഷകളാണ് മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ള ആളുകളെ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാനും, മുസ്ലിങ്ങളിൽ തന്നെ ഇതിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാത്ത ആളുകൾ തങ്ങളുടെ സ്വർഗപ്രാപ്തിക്ക് തന്റെ സഹജീവികളെ കൊല്ലുന്നതിലൂടെ തനിക്ക് സ്വർഗപ്രാപ്തി ലഭിക്കുമെന്ന് മുസ്ലിങ്ങളിലെ സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിക്കാനും ഇടയായിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇങ്ങനെ ഖുർആനിന്റെ ഈ അന്ധവും തീവ്രവുമായ ഇത്തരം നിലപാടെടുക്കുന്നതിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ വിശാലമായ താല്പര്യങ്ങളാണ് ബലികഴിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ അറിയുന്നില്ല. ഇതേ അവസരത്തിൽ തന്നെ തങ്ങളുടെ വംശീയ, വർഗീയ, പ്രാദേശിക താല്പര്യങ്ങൾക്ക് വളരെ സങ്കുചിതമായ രീതിയിൽ അടിമപ്പെട്ടു ഇരിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാം വരുന്നതിനെ പല ബുദ്ധിജീവികളും മനുഷ്യസ്നേഹികളും പല പരിഷ്കൃത രാജ്യങ്ങളും ആഗ്രഹിക്കാത്തത്. കാരണം അവർ ഇസ്ലാമിന്റെ പേരിൽ കാണുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് അഫ്ഗാനിസ്ഥാൻ, ഒന്ന് പാകിസ്ഥാൻ, ഒന്ന് ഇന്തോനേഷ്യ, നൈജീരിയ, സിറിയ, ഈജിപ്ത്, ഇങ്ങനെ തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങൾ, ഏത് രാജ്യങ്ങളെടുത്താലും അവിടെയൊക്കെ സംഘർഷങ്ങളാണ്. അപ്പൊ എന്തിന് ഇങ്ങനത്തെ ഒരു മതം ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? ഇപ്പൊ തന്നെ ഞങ്ങൾ സമാധാനപൂർണമായിട്ട് കുറെയൊക്കെ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ ഇനി നമ്മൾ സാധാരണ നാട്ടിൽ പറയാറുണ്ടല്ലോ, വേലിയിലിരിക്കുന്ന പാമ്പിനെ എന്തിനാണ് എടുത്ത് കഴുത്തിൽ ഇടുന്നത് എന്ന് പറയുന്നത് പോലെ, എന്തിനാണ് ഇസ്ലാം ഇന്ന് ലോകത്ത് ഇസ്ലാം എന്നറിയപ്പെടുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ മുഴുവൻ സമാധാനപൂർണമായ ജീവിതങ്ങളില്ല, സംഘർഷങ്ങൾ മാത്രമാണ്. ചില രാജ്യങ്ങളിൽ അതിന്റെ തീവ്രത എത്രമാത്രമുണ്ട് എന്ന് നമുക്കിന്ന് അടുത്ത കാലത്ത് അറിയാം. ഒരു വിദ്യ അഭ്യസിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ വരെ ഒരു പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലാൻ
കൊണ്ടുവരാൻ പിന്നെ വരെ ആവേശം കാണിച്ച് അതിന് വരെ മുതിർന്ന ഒരു രാജ്യങ്ങൾ വരെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ആ വാർത്തകൾ വരെ വായിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തിന് സമാധാനപൂർണമായി ജീവിക്കുന്ന ഞങ്ങളുടെ രാജ്യത്തേക്ക്, ഞങ്ങളുടെ നാട്ടിലേക്ക് ഇത്രയും തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന, ഭീകരതകൾ മാത്രം സമ്മാനിക്കുന്ന ഒരു ഇസ്ലാമിനെ എന്തിന് കൊണ്ടുവരണം എന്നാണ് പല ആളുകളും വിചാരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഖുർആനിനെ അവർ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയാൽ, ഇസ്ലാം എന്ന പദത്തിന്റെ തന്നെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ധാരണ ലോകത്ത് പ്രചരിക്കുകയില്ലായിരുന്നു. അപ്പൊ ശരിയായ രൂപത്തിൽ ഖുർആനിക അധ്യാപനങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുകയും ഭൂമിയിൽ സമാധാനവും സുരക്ഷിതത്വവും നിലവിൽ വരുത്തുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് മുസ്ലിങ്ങൾ കാഴ്ചവെക്കേണ്ടത് എന്നാണ്. സത്യത്തിൽ ഇവരുടെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന, മുസ്ലിങ്ങൾ അവരുടെ അടിസ്ഥാന പ്രമാണവും ഏക പ്രമാണവും എന്ന് വിശ്വസിക്കുന്ന വിശുദ്ധ ഖുർആനിൽ തന്നെ ആദമിന്റെ ചരിത്രം പറയുന്നിടത്ത് അവിടെ മാലാഖമാർ ചോദിക്കുന്നത് എന്താണ്? ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എന്തിനാണ് ഭൂമിയിൽ കലാപമുണ്ടാക്കുകയും രക്തം ചിന്തുകയും വിനാശം വിതക്കുകയും ചെയ്യുന്ന ആളുകളെ നീ സൃഷ്ടിക്കുന്നു എന്നാണ് ചോദിച്ചത്. അപ്പം മനുഷ്യരാശിയുടെ, അപ്പൊ അള്ളാഹു പറഞ്ഞത് അതല്ല, അവരല്ലാത്ത ഒരു നല്ല മനുഷ്യരെ, അതാണ് ഇസ്ലാം, അതാണ് മുസ്ലിം. ഭൂമിയിൽ സമാധാനവും സുരക്ഷിതത്വവും നൽകുന്ന ഒരു സമൂഹവും അവരിൽ നിന്നുണ്ടാവും. അത് നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം എന്നാണ് അള്ളാഹു മാലാഖമാരോട് അതിന് പറഞ്ഞ മറുപടി. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം നൽകൽ എന്നും, ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തിന് അമ്ന്, സുരക്ഷിതത്വം പ്രദാനം ചെയ്യലുമാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. ആ രൂപത്തിൽ ഖുർആനിനെ മനസ്സിലാക്കുകയും ലോക മുസ്ലിങ്ങൾ ഖുർആൻ വ്യാജമായ കെട്ടിയുണ്ടാക്കപ്പെട്ട പ്രമാണങ്ങളെ മുഴുവൻ തള്ളിക്കൊണ്ട് ഖുർആനിനെ ഒരു പുനർവായന നടത്തിക്കൊണ്ട് ലോകത്തിന് ഖുർആനിന്റെ ശരിയായ വശം മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ലോകം ഇനിയും ഈ വേദത്തെ സ്വീകരിക്കാൻ തയ്യാറാവുമെന്നുള്ള മിഥ്യാധാരണ നാം വെച്ചു പുലർത്തുന്നതിൽ അർത്ഥമില്ലാതാവും. ലോകം ഈ വേദത്തെ തള്ളിക്കളയും. അതുകൊണ്ട് ഖുർആനിനെ ശരിയായ രൂപത്തിൽ ലോകത്തിന് നാം പഠിപ്പിച്ചു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഈ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. അപ്പോൾ ഇതേ വംശീയ വർഗീയ താല്പര്യങ്ങൾക്ക് വളരെ സങ്കുചിതമായ രീതിയിൽ ഈ മുസ്ലിങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നു. മറ്റു മതസമൂഹങ്ങളുമായും വിശ്വാസ വൈജാത്യം പുലർത്തുന്നവരുമായും പടവെട്ടി മരിക്കലാണ് സമാധാനത്തോടെയും സഹവർത്തിത്വത്തോടെയും ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ സ്വർഗാരോഹണത്തിന് നല്ലത് എന്നാണ് ഈ കൂട്ടർ വിശ്വസിക്കുന്നത്. നമുക്കറിയാലോ, കേരളത്തിൽ തന്നെ മുസ്ലിങ്ങളുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അനാഥകളോടുള്ള പീഡനവും അതുപോലെ തന്നെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതിലെ അന്ധമായ വിശ്വാസങ്ങൾ ഏതൊക്കെ, അവരുടെ യഥാർത്ഥ പ്രമാണം ഖുർആൻ മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിച്ചതിന്റെ പേരിൽ ഒരു മഹാനായ ഒരു വ്യക്തിയെ കൊന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് തന്നെയാണ് ഇവിടെയും പഠിപ്പിക്കപ്പെട്ടത്. അപ്പോ സ്വർഗം കിട്ടാനുള്ള പണി തന്റെ സഹജീവികളെ കൊല്ലലാണ് എന്ന്, അതിന്റെ പേരിലാണല്ലോ ഒരു മൗലവി വധിക്കപ്പെട്ടത്. അത് വധിക്കാൻ കാരണം, വധിക്കാൻ പ്രേരണ കൊടുത്ത ആള് പറയുന്നത് കേൾക്കുന്നത് എന്താണ്? അദ്ദേഹത്തെ വധിച്ചാൽ സ്വർഗം കിട്ടുമെന്നാണ്. അപ്പൊ സ്വർഗാരോഹണത്തിനുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ വധിക്കുന്നതാണ് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഖുർആൻ പിന്നെ എന്താണ് പറയുന്നത്? സമാധാനത്തോടെയും സഹവർത്തിത്വത്തോടെയും ഭൂമിയിൽ ജീവിക്കുകയാണ് വേണ്ടത്. പക്ഷെ ആ ജീവിക്കുന്നതിനേക്കാൾ സ്വർഗം ലഭിക്കാൻ ഏറ്റവും നല്ലതെന്താണ്? മറ്റുള്ളവരോട് പടവെട്ടി മരിക്കലാണ് എന്ന് പ്രചരിപ്പിക്കുന്നു. മതപണ്ഡിതന്മാരുടെ സഭകളാകട്ടെ മാനവ സമൂഹം മൊത്തത്തിൽ നേരിടുന്ന ആപൽക്കരമായ പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ, സത്യത്തിൽ ഖുർആൻ അതാണ് ആവശ്യപ്പെടുന്നത്. മതപണ്ഡിതന്മാരുടെ സഭകൾ ചെയ്യുന്നത് എന്താണ്? മാനവ സമൂഹം മൊത്തത്തിൽ നേരിടുന്ന ആപൽക്കരമായ പ്രശ്നങ്ങളാണ് പരിഗണന കൊടുക്കേണ്ടത്. അത് അത്തരം കാര്യങ്ങൾക്കൊന്നും പരിഗണന കൊടുക്കാതെ ലോകത്ത് ദാരിദ്ര്യം, ഭീകരവാദം, അസമാധാനം, അതുപോലെ തന്നെ നിരക്ഷരത, ഇങ്ങനെ ലോകം നേരിടുന്ന ആപൽക്കരമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയാണ് മതസഭകൾ ചെയ്യേണ്ടത്. പക്ഷേ മതസഭകൾ ഇതൊന്നും ചെയ്യാതെ, മതപുരോഹിതന്മാർ ഇതൊന്നും ചെയ്യാതെ, അതിപ്പോൾ നമ്മളൊരു ഗ്രാമം തന്നെ എടുത്ത് നമുക്ക് അറിയാം, ഒരു മഹൽ തന്നെ എടുത്താൽ അറിയാം. അവിടുത്തെ പുരോഹിതന് പറയാനുള്ളത് ആ മഹലിലെ അടിസ്ഥാനപരമായ വിദ്യ നേടാത്ത, കഴിവുണ്ടായിട്ടും നല്ല പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിക്കാൻ സാമ്പത്തികമായി കഴിവില്ലാത്ത ഒരു കുട്ടിയെ കണ്ടെത്താനല്ല ശ്രമം.
അല്ലെങ്കിൽ അവിടെ രോഗം കൊണ്ട് മരണം കാത്തു കിടക്കുന്ന ഒരു രോഗിക്ക് മരുന്ന് വാങ്ങാൻ അവന് എന്തൊക്കെ സഹായം ആ മഹലിൽ ചെയ്യണമെന്നല്ല അദ്ദേഹത്തിൻ്റെ ചിന്ത. അദ്ദേഹം ചില ദിവസങ്ങളുടെ പുണ്യങ്ങൾ പറയാം, ചില കർമ്മങ്ങൾക്ക് കിട്ടുന്ന പുണ്യം പറയാം, അല്ലെങ്കിൽ പള്ളിയിലെ ഏതെങ്കിലും ടാപ്പ് പൊട്ടിയാൽ അതിനെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ പള്ളിയിലെ ഏതെങ്കിലും പായ കേട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം, തനിക്ക് തൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് കിട്ടേണ്ട പിരിവിനെ കുറിച്ച് പറയാം. ഇങ്ങനെ ആ മഹല്ലിലെ പോലും ഇത് ലോകാടിസ്ഥാനത്തിൽ എടുത്തു നോക്കിയാലും മതസഭകളും മതപുരോഹിതന്മാരും ലോകം നേരിടുന്ന ആപൽക്കരമായ പ്രശ്നങ്ങൾക്ക് എന്തുണ്ട് പരിഹാരം എന്ന് നിർദ്ദേശിക്കേണ്ടതിന് പകരം അതിന് യാതൊരു പരിഗണനയും കൊടുക്കാതെ തങ്ങളുടെ മതത്തിൻ്റെ പോലും മൊത്തമായിട്ടല്ല, അവാന്തര വിഭാഗങ്ങളുടെ മാത്രം ക്ഷേമം, തങ്ങളുടെ തന്നെ വ്യക്തിപരമായ ക്ഷേമം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഫത്വകളും അഭിപ്രായങ്ങളും അടിച്ചേൽപ്പിക്കുന്നതിൽ ഇവർ വ്യാപൃതരാണ്. അതൊരു മഹല്ല് തൊട്ട് അന്താരാഷ്ട്ര തലത്തിൽ വരെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാലും നമുക്കത് തന്നെയാണ് കാണാൻ കഴിയുക. ഒന്നിപ്പോൾ ഒരു മഹല്ലെടുത്ത അവനാൻ്റെ ഗ്രൂപ്പിൻ്റെ ക്ഷേമം, അത് കഴിഞ്ഞ് സ്വന്തം വ്യക്തിപരമായ അയാളുടെ ക്ഷേമവും അയാളുടെ ഗുണവും, ഇതൊക്കെയാണ് ഒരു മഹല്ല് തൊട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള മുസ്ലിങ്ങളുടെ സഭകളിൽ വരെ, മുസ്ലിം പണ്ഡിതന്മാരുടെ സഭകളിൽ വരെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിരക്ഷരതയും അന്ധവിശ്വാസങ്ങളും പട്ടിണിയും രോഗങ്ങളും ആഭ്യന്തര കലാപങ്ങളുമായി കോടിക്കണക്കിന് ആളുകൾ, അവരെല്ലാവരും അവിശ്വാസികളല്ല, ഇതിനൊക്കെ വിധേയമാകുന്ന ആളുകളൊക്കെ തന്നെയും വിശ്വാസികളാണ്. അപ്പോൾ ഈ വിശ്വാസികൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിരക്ഷരത, അന്ധവിശ്വാസം, പട്ടിണി, രോഗങ്ങള്, ആഭ്യന്തര കലാപങ്ങള്, കോടിക്കണക്കിന് ആളുകൾ, ഇതൊക്കെ വിശ്വാസികളുമാണ്. അതൊക്കെ അനുഭവിക്കുന്നത് അവിശ്വാസികളാണ്. അത് അള്ളാനെ നിഷേധിച്ചിട്ട് കിട്ടിയ ഫലമാണ് അവർ അനുഭവിക്കട്ടെ എന്നല്ല. ഇതൊക്കെ വിശ്വാസികളുമാണ്. ഈ പുരോഹിതന്മാരുടെ ഏതൊന്നിനെയാണോ വിശ്വസിക്കുന്നത് അവരുടെ തന്നെ മതവിശ്വാസികൾ, അവരുടെ തന്നെ ഗ്രൂപ്പിൽപ്പെട്ട, മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിങ്ങൾ, മറ്റുള്ളവരാണെങ്കിൽ മറ്റുള്ള, അപ്പോൾ അവരുടെ തന്നെ വിഭാഗത്തിൽപ്പെട്ട മതവിശ്വാസികളാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. ഏത് പട്ടിണിയും ദാരിദ്ര്യവും ആഭ്യന്തര കലാപങ്ങളും നിരക്ഷരതയും അന്ധവിശ്വാസങ്ങളും എന്നുവേണ്ട ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും, ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് യാതൊരു പ്രതികരണത്തിനും മുതിരാതെ, യാതൊരു പ്രതിവിധികൾക്കും ശ്രമിക്കാതെ ഫ്രാൻസിലെ പർദ്ദ നിരോധനത്തെക്കുറിച്ച്, ഫ്രാൻസിൽ ഇപ്പോൾ പർദ്ദ നിരോധിക്കാനുള്ള ബില്ല് വന്നിരിക്കുന്നു, അതിനെതിരെ ഇനി നമുക്ക് എന്ത് ചർച്ച ചെയ്യണം? യൂറോപ്പിലെ പള്ളിമിനാര വിരുദ്ധ ബില്ല് ഇപ്പോൾ ഒന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട് യൂറോപ്പിൽ, അതിനെക്കുറിച്ച് ഇനി നമുക്ക് എന്ത് ചർച്ച ചെയ്യണം എന്നാണ് ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം പണ്ഡിതന്മാരിരുന്ന് ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവർ ചർച്ച ചെയ്യേണ്ടത് ആ മുസ്ലിങ്ങളുടെ തന്നെ, ഇപ്പൊ ഞാൻ നേരത്തെ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞല്ലോ, 2,60,000 പേരാണ് ദാരിദ്ര്യം കൊണ്ട് ഒരു സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യത്തിന്റെ തൊട്ടടുത്ത രാജ്യത്ത് പിടഞ്ഞു വീണ് മരിച്ചത്. ഒരു മാസം മുമ്പ് നാം വായിച്ച വാർത്തയാണ്. അതിനെക്കുറിച്ച് എന്ത് പരിഹാരം? അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചർച്ച? ആ സമയത്ത് നടക്കുന്നത് എന്താണ്? ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയതിന്റെ പേരിൽ 150 കോടി ദൂർത്തടിച്ച ഒരു ഭരണാധികാരിയുടെ പുത്രനെയാണ് നമുക്ക് പിറ്റേ ദിവസം വാർത്തയിൽ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി എന്നതിന്റെ പേരിൽ 100 ചില്ലാനം കോടി ദൂർത്തടിക്കാൻ ഒരൊറ്റ ദിവസം. അപ്പോൾ മുസ്ലിങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, അവരുടെ പട്ടിണിക്ക് കാരണമെന്ത്, അത് പരിഹരിക്കാനെന്ത്, അവരുടെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു, അതിന് പരിഹരിക്കാനുള്ള കാരണങ്ങൾ, വഴികളെന്ത്, ആഭ്യന്തര കലാപങ്ങളിൽ ആകെ കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവിടെ സമാധാനപൂർണമായൊരു ഭരണം സ്ഥാപിച്ചു കൊടുക്കാൻ എന്തുണ്ട് വഴി? ലോകാടിസ്ഥാനത്തിൽ ഈ മുസ്ലിങ്ങൾ നിരക്ഷരതയിലാണ്. നമ്മൾ കേരളത്തിലെ കുറച്ച് ആളുകളെ കണ്ടിട്ട് മുസ്ലിങ്ങൾ സാക്ഷരരാണെന്ന് ധരിക്കേണ്ട, നിരക്ഷരതയിലും അന്ധവിശ്വാസങ്ങളിലുമാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പരിഹരിക്കാൻ എന്തുണ്ട് വഴി എന്നതിനെക്കുറിച്ച് ആലോചിക്കാതെ ഫ്രാൻസിൽ പർദ്ദ നിരോധനത്തിന് ഒരു ബില്ല് വന്നിട്ടുണ്ട്, അതിനെതിരിൽ എങ്ങനെ പ്രതികരിക്കണം? യൂറോപ്പിൽ പള്ളിമിനാര വിരുദ്ധ ബില്ല് വന്നിട്ടുണ്ട്, അത് നിർമ്മിക്കുന്നത്, പള്ളി മിനാരങ്ങൾ ഉയർത്തുന്നതിനെതിരിൽ ഒരു ബില്ല് വന്നിട്ടുണ്ട്, അതിനെന്ത് പരിഹാരം? അയോധ്യയിലെ രാമക്ഷേത്രത്തിനും എതിരെ പ്രസ്താവനകൾ ഇറക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച മാത്രമേ ഉള്ളൂ. ചർച്ച ചെയ്ത് ഒരു ബില്ല് അവതരിപ്പിച്ച് സായുജ്യമടഞ്ഞ് അങ്ങനെ സുഖമായി കിടന്നുറങ്ങുന്ന ഒരു പൗരോഹിത്യത്തെയാണ് നമുക്ക് ലോകാടിസ്ഥാനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളിൽ ഉത്സുകത വളർത്തുന്നതിൽ ഖുർആൻ ഒഴികെയുള്ള അവരുടെ പ്രമാണങ്ങൾ നിസ്തുലമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഖുർആനെ തന്നെ ചില വചനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടും അതിന് പ്രേരണ കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഖുർആനല്ലാത്ത പ്രമാണങ്ങളാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ ഇത്തരം അക്രമോത്സുകതയിലെ വളർത്തുന്നതിൽ
പറയുന്നത്. അതാണ് ഒരു നിസ്സാരമായ കാര്യങ്ങൾ തൊട്ടിട്ട് അവർ താടി വെക്കുകയാണെങ്കിൽ ജൂത ക്രൈസ്തവർ താടി വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ താടി വെച്ചോളി, ഒക്കെ എതിരാകാനാണ്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അവര് താഴ്ന്നാ ചൊറിയണമെങ്കിൽ നിങ്ങൾ മേലെന്ന് ചൊറിഞ്ഞോളി, അവര് വലതു ഭാഗത്തുനിന്നാ പല്ല് കുത്തണമെങ്കിൽ നിങ്ങൾ ഇടതു ഭാഗത്തുനിന്ന് പല്ല് കുത്തിക്കോളൂ. ഇങ്ങനെ അവർക്കും എല്ലാം ഒരു സമൂഹത്തിന് എതിരാകാൻ വേണ്ടിയിട്ട് ഇന്നത് ചെയ്യൂന്നാണ്. നേരെ മറിച്ച് മാനവരാശിക്കും നിനക്ക് തന്നെയും ഗുണകരമായി തീരാൻ ഇന്നത് ചെയ്യൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് അതല്ല. ഞാൻ ഇത് പറഞ്ഞ ആളുകളോട് പറഞ്ഞു, സഹോദരങ്ങളെന്ന അവര് ഒരു ഉറുമ്പ് എവിടെയെങ്കിലും ശരീരത്തിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും കയറിയിട്ട് അവര് അടിഭാഗത്തുനിന്നാ ചൊറിഞ്ഞു വരണമെങ്കിൽ നിങ്ങൾ എന്നാ മേൽഭാഗത്തുനിന്ന് അടിയിലേക്ക് ചൊറിഞ്ഞോളി. അവർ ചെവി കുത്തുന്നത് ഇടത്തെ ചെവി എന്നാണ് ചെവി തോണ്ടല്ലെങ്കിൽ നിങ്ങൾ വലത്തെ ചെവിന്ന് തോണ്ടിക്കളി. ഇങ്ങനെ എല്ലാത്തിനും എതിരാകണ്ടേ? ഒരു ഹദീസിലാണ് പറയുന്നത്. ഒരു ഹദീസ് എന്താ അത്രയെന്നോ, അവര് വെള്ളിയാഴ്ചയാണ് കൂടുന്നത്, അവര് ശനിയാഴ്ച കൂടുന്നത്, നമുക്ക് വെള്ളിയാഴ്ച കൂടുകയാണ്. അങ്ങനെ എത്ര വെള്ളിയാഴ്ച മുസ്ലിങ്ങൾക്ക് ജുമ ഉണ്ടാക്കിയത്? ഒരു കൂട്ടര് തീ കത്തിക്കാൻ, ഒരു കൂട്ടര് ബെല്ലടിക്കാൻ, എന്നാൽ നമുക്ക് ബാങ്ക് കൊടുക്കുക. ഇതൊക്കെയാണ് ഹദീസിൽ. ഒരു കൂട്ടർ താടി വെക്കണില്ല, എന്നാൽ നമുക്ക് താടി വെക്കുക എന്ന് റസൂല് പറഞ്ഞു. ഇങ്ങനെ തീവ്രമായ നിലപാട് സ്വീകരിക്കാനല്ലാതെ മനുഷ്യർക്ക് ഗുണപ്രദമായ രൂപത്തിൽ ഈ ആശയത്തെ അവതരിപ്പിക്കാൻ എന്ത് ഉണ്ട് എന്ന രീതിയിലല്ല നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത്. അപ്പോ ആ മുസ്ലിങ്ങളിൽ ഇങ്ങനെ എതിരാകാനും, അത് പിന്നെ ഞാൻ പറഞ്ഞില്ല, തന്റെ സഹജീവിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് വരെ, അല്ലെങ്കിൽ മുർത്തദിനെ കൊല്ലണം എന്ന് അവർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ലോക മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തു പോയാൽ അയാളെ കൊല്ലണം എന്ന, മുർത്തദിനെ വധിച്ചു കളയണം എന്ന. ഇന്ന് അതേ ഇസ്ലാമിന്റെ തന്നെ അടിസ്ഥാന പ്രമാണമായ ഖുർആൻ പറയുന്നത് ലാ ഇക്റാഹ ഫിദ്ദീനി, മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല, മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല എന്ന് ഖുർആൻ പറയുക. പക്ഷേ മുസ്ലിങ്ങൾ എന്തു പറയാ? ഇവരെ കൊന്നുകളയണമെന്നും പറയാം. മതത്തിൽ ബലപ്രയോഗമില്ല എന്ന് ഖുർആൻ പറയാം. എന്നാൽ അതേ മതത്തിൽപ്പെട്ട ആളുകൾ അവരുടെ മതത്തിൽപ്പെട്ടവരെ മാത്രമല്ല, മറ്റു മതസ്ഥരെ കൂടി അവരുടെ ചില അനുഷ്ഠാനങ്ങളെ ലംഘിച്ചതിൻ്റെയോ ബഹുമാനിക്കാത്തതിൻ്റെയോ പേരിൽ കയ്യേറ്റം ചെയ്യണമെന്നും അവരെ കൊന്നുകളയണമെന്നും അവരോട് യുദ്ധം ചെയ്യണമെന്നും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞതായിട്ട് പ്രവാചകന്റെ പേരിൽ ആക്ഷേപിക്കുന്നു. അപ്പോ ഈ രൂപത്തിലാണ് പ്രമാണങ്ങൾ വളച്ചൊടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രമാണങ്ങളെ വളച്ചൊടിക്കപ്പെടുകയോ കൃത്രിമമായ വ്യാജമായ പ്രമാണങ്ങൾ എഴുതിയുണ്ടാക്കുകയോ ചെയ്തതിന്റെ ഫലമാണ്. അപ്പോൾ അടിസ്ഥാനപരമായ ചികിത്സ വേണ്ടത് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും അമർച്ച ചെയ്യാൻ ആയുധങ്ങളോ അല്ലെങ്കിൽ ആയുധ സന്നാഹങ്ങളോ ഉപയോഗിക്കുന്നതിനേക്കാൾ പരമപ്രധാനമായിട്ട് വേണ്ടത് എന്താണ്? അവരുടെ അടിസ്ഥാനപരമായ പ്രമാണം ഏതാണെന്നും ആ പ്രമാണത്തിനെ വളച്ചൊടിക്കാതെ സത്യസന്ധമായ വായന ആ പ്രമാണം നടത്തുന്നതിലൂടെ ഈ പ്രമാണത്തിൽ അതല്ല പറയുന്നത് എന്നും പഠിപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം പുരോഹിതന്മാരുമായ നമ്മുടെ സഹോദരന്മാർ തങ്ങളുടെ അനുയായികളെ ആ രൂപത്തിൽ പഠിപ്പിച്ച് പരിവർത്തിപ്പിച്ചെടുക്കൽ അത്യാവശ്യമാണ് എന്നാണ് ഞാൻ ഈ സൂചിപ്പിച്ചതിൻ്റെ ആകത്തുക. അവരെ ആയുധങ്ങൾ കൊണ്ട് നേരിടല്ല. ആയുധങ്ങൾ കൊണ്ടൊരു സമൂഹത്തെ, അങ്ങനെ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഒരു സമൂഹത്തെ, ലോകത്തിലെ വളരെ ശക്തിയായി നിലനിൽക്കുന്ന വളരെ ബഹുഭൂരിപക്ഷം നിൽക്കുന്ന വളരെ പ്രബലമായ ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ പ്രബലമായ ഒരു സമൂഹത്തെ ആയുധങ്ങളിലൂടെ നേരിട്ട് അവരെ കൊന്നൊടുക്കി തീവ്രവാദവും ഭീകരവാദവും ലോകത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാമെന്ന് നാം കരുതുന്നത് മൗഢ്യമാണ്. അതിന് ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് അവ്യാജമായ പ്രമാണങ്ങളേത്, വികലമാക്കപ്പെട്ട പ്രമാണമേത്, അള്ളാഹു അവതരിപ്പിച്ച ഖുർആനല്ലാത്ത ദൈവത്തിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ട ആശയങ്ങളും പ്രമാണങ്ങളും ഗ്രന്ഥങ്ങളും ഏത് എന്നത് മനസ്സിലാക്കി അതിനെ മാറ്റി നിർത്തുകയും ഖുർആന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം, അതായത് ഭൂമിയിൽ സമാധാനവും സഹവർത്തിത്വവും സുരക്ഷിതത്വവും ഭൂമിയിൽ നൽകുകയും നല്ല സമ്പന്നവും സംസ്കാര സമ്പന്നവുമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ഉതകുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും പറയുന്ന ഖുർആനിന്റെ യഥാർത്ഥമായ വശങ്ങളെ ആ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളല്ല, ആ സമൂഹത്തിലെ തന്നെ പണ്ഡിതന്മാർ ശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ചെങ്കിൽ മാത്രമേ ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്.
ലോകത്തൊരു സമൂഹത്തെ കൊന്നൊടുക്കിക്കൊണ്ട് അവയെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഒരു സമൂഹത്തെ കൊന്നൊടുക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഏത്? സഹസ്രാബ്ദങ്ങളായി, നൂറ്റാണ്ടുകളായി ഇത്തരം ഭീകരമായ വിശ്വാസങ്ങളിലും ഇത്തരം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഒരു സമൂഹത്തെ നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി കൊണ്ടുപോവുക എന്നുള്ളത് ഒരു സമൂഹത്തെ കൊന്നൊടുക്കുന്നതിനേക്കാൾ ഭീകരമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഒരു സമൂഹത്തെ കൊന്നൊടുക്കിയാൽ ആ സമൂഹമേ നശിച്ചു പോകണുള്ളൂ. പിന്നീട് അവിടെ വളർന്നു വരുന്ന, പിന്നീട് അവിടെ ഉണ്ടാവുന്ന സമൂഹം ചിലപ്പോൾ നന്നായി എന്ന് വരും. പക്ഷെ ഒരു സമൂഹത്തെ അന്ധവിശ്വാസികളും തെറ്റായ ആശയങ്ങളും അവരെ പഠിപ്പിച്ച്, തൻ്റെ സഹജീവികളെ കൊന്നാലാണ് തനിക്ക് സ്വർഗം കിട്ടുക എന്നവരെ പഠിപ്പിച്ച്, അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ ദീനിൽ നിന്ന് അവരെ മാറ്റി നിർത്തി വികലമായ അല്ലെങ്കിൽ പൈശാചികമായ ആശയങ്ങളും പ്രമാണങ്ങളും അവരിൽ കുത്തിവെച്ച് നൂറ്റാണ്ടുകളായി ഒരു ജനതയെ ഭീകരവാദികളും തീവ്രവാദികളും അവരെ അപരിഷ്കൃതരും അവരെ വിദ്യാഭ്യസിക്കാത്തവരുമാക്കി നിലനിർത്തുന്നതാണ് അവരെ കൊന്നൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും ഭീകരമായ അവസ്ഥ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, ആ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ആ ശൈഥില്യം, ആ നാശം, ആ അധപ്പതനം തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരാണ് ഇത് മാറ്റേണ്ടത്? ഇത് മാറ്റാൻ ശ്രമിക്കേണ്ടത് പുറത്തു നിന്നല്ല, ഇതിൻ്റെ തന്നെ ഉള്ളിലുള്ള പണ്ഡിതന്മാരായ, മഹാന്മാരെന്ന് അവകാശപ്പെടുന്ന പണ്ഡിതന്മാരായ ആളുകൾ അവരവരുടെ അനുയായികളെ പറഞ്ഞു മനസ്സിലാക്കണം. വിശ്വാസികളെ, എൻ്റെ അനുയായികളെ, നമ്മുടെ വേദത്തിൽ പഠിപ്പിക്കപ്പെടുന്നത് ഇതല്ല. നമ്മുടെ വേദത്തിൽ പഠിപ്പിക്കപ്പെടുന്നത്, നമ്മുടെ വേദം നമ്മൾ ഉദ്ഘോഷിക്കുന്നത്, നമ്മോട് പഠിപ്പിക്കുന്നത്, ഞാൻ എൻ്റെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞല്ലോ, പരസ്പരം ശത്രുക്കളായിരുന്ന ഒരു ജനതയെ സഹോദരങ്ങളാക്കിയിട്ടാണ് മുഹമ്മദ് നബി പോയത് എന്നാ ഖുർആൻ പറഞ്ഞത്. വ അസ്ബഹത്തും ബിനിഅമതിഹി ഇഖ്വാനാന വകുന്തും അഅദാഉൻ എന്നാണ് പറഞ്ഞിട്ടാണ് ആയത്ത് തുടങ്ങിയത്. നിങ്ങൾ ശത്രുക്കളായിരുന്നു. പ്രവാചകൻ വരുമ്പോൾ വിവിധ ഗോത്രങ്ങളും വിവിധ സമൂഹങ്ങളുമായി സംഘർഷങ്ങളിലായിരുന്ന ഒരു സമൂഹത്തെ പ്രവാചകൻ തിരിച്ച് അദ്ദേഹത്തിന്റെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിടവാങ്ങിയപ്പോൾ അവർ അസ്ബഹത്തും ബിനിഅമതിഹി ഇഖ്വാനാന ഫഅല്ലഫ ബൈന ഖുലൂബികുന്ന, അവരുടെ ഹൃദയങ്ങളിൽ ഇണക്കവും സ്നേഹവും കരുണയും അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കി തീർത്തു. പക്ഷേ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ പണ്ഡിതന്മാരെന്താ ചെയ്യുന്നത്? ഒരു ഐക്യത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ അവരിലേക്ക് അവർ കടന്നു വന്നുകൊണ്ട് അവിടെ ഛിദ്രതയും ഗ്രൂപ്പുകളും അനൈക്യവും സംഘർഷങ്ങളും ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ പോകുന്നത്. ഇത് നാം തിരിച്ചറിയണം. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്ലാമിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ് എന്നുള്ളത്, പ്രവാചകന്റെ ദൗത്യം എന്തായിരുന്നു? ശത്രുക്കളായിരുന്ന ഒരു ജനതയെ സഹോദരങ്ങളാക്കി മാറ്റി. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു പണ്ഡിതൻ വന്നാൽ ആ രാജ്യത്ത്, ആ നാട്ടിൽ ജീവിക്കുന്ന സഹവർത്തിത്വത്തോടുകൂടിയും സാഹോദര്യത്തോടുകൂടിയും ജീവിക്കുന്ന അവിടുത്തെ ജനങ്ങളെ എന്താക്കി മാറ്റിയാണ്? പരസ്പരം ഗ്രൂപ്പുകളും ശത്രുക്കളുമാക്കി അവരെ പരസ്പരം തമ്മിലടിപ്പിച്ച് തൻ്റെ സ്ഥാനമാനങ്ങളും തൻ്റെ ക്ഷേമവും മാത്രം നോക്കി നടക്കുന്ന ഈ രൂപത്തിലേക്ക് പ്രവർത്തനങ്ങൾ അധപ്പതിക്കുന്നു, പ്രവർത്തനങ്ങൾ തരം താഴുന്നു. അതാ ഞാൻ പറയണേ, ഇത് തിരിച്ചറിയണം. അപ്പോ മുസ്ലിങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ മുസ്ലിങ്ങളിൽ ആക്രമണ വാസന വളർത്തുന്നതിൽ ഖുർആൻ ഒഴികെയുള്ള അവരുടെ പ്രമാണങ്ങൾക്ക് മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഖുർആനെ പോലും ഈ രീതിയിൽ പരിഭാഷകളിലൂടെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടതിൻ്റെ ഫലമായി മുസ്ലിങ്ങളും ഇസ്ലാമും ഭീകരതയുടെ പര്യായങ്ങളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാനിടയായിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് മാറ്റിയെടുക്കണം. ആര്? പുറത്തു നിന്നല്ല, ഇതിലെ തന്നെ പണ്ഡിതന്മാർ, ഇതിലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് മാറ്റിയെടുക്കണം. അവർ തന്നെ ഈ സമൂഹത്തിനെ പറഞ്ഞു മനസ്സിലാക്കണം. അവർക്കൊരു സമാധാനപൂർണമായ ജീവിതം കൊടുക്കണം. അതാണ് ഒരു സമൂഹത്തോട് നാം സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ വേണ്ടത്. ഒരു സമൂഹത്തെ വൈജ്ഞാനികമായി പരിവർത്തിപ്പിക്കുക, ഒരു സമൂഹത്തെ സമാധാനപൂർണമായി ജീവിക്കാൻ അവരെ പഠിപ്പിക്കുക, അവരിൽ ക്ഷേമൈശ്വര്യങ്ങൾ ഉണ്ടാക്കി തീർക്കുക. വിവിധ സമൂഹങ്ങളും വിവിധ ഗ്രൂപ്പുകളുമായി തമ്മിൽ തല്ലുന്ന ഒരു സമൂഹങ്ങൾക്കിടയിലേക്ക് പണ്ഡിതന്മാർ ചെന്നുകൊണ്ട് അവരിൽ ഐക്യവും സ്നേഹവും കരുണയും ഉണ്ടാക്കി തീർക്കുക. ഇങ്ങനെ അവരെ മാറ്റാൻ മുസ്ലിം പണ്ഡിതന്മാർ ആണ് ശ്രമിക്കേണ്ടത്. അത് അല്ലാതെ ഇവരെ കൊന്നൊടുക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഉള്ള ഇടയിലൂടെ കുറച്ച് ഗ്രൂപ്പുകൾ കൂടി അവർക്കിടയിൽ ജന്മം കൊടുത്തുകൊണ്ടോ അവർക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ടോ അല്ല ഇതിന് പരിഹാരം കാണേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം.
ലോകത്തെ എല്ലാത്തരം ജനവിഭാഗങ്ങൾക്കും ആക്രമണത്തിന്റെയും ആക്രമിക്കപ്പെട്ടതിന്റെയും ചരിത്രം പറയാനുണ്ടായിരിക്കും. ലോകത്തെ എല്ലാത്തരം ജനവിഭാഗങ്ങൾക്കും അക്രമത്തിന്റെ കഥ പറയാനുണ്ട്, ചരിത്രം പറയാനുണ്ട്, ആക്രമിക്കപ്പെട്ടതിന്റെ ചരിത്രം പറയാനുണ്ട്. മുസ്ലിങ്ങൾ ആക്രമണം നടത്തിയാൽ ഊറ്റം കൊള്ളുകയും ഇന്നും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ വിലപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ്, എവിടെയെങ്കിലും ആരെങ്കിലും കൊണ്ടുപോയിട്ടാൽ മതി, അതെന്നെ പറയും ഞങ്ങളാണ്, സ്വയം ഏറ്റെടുക്കും. ചിലപ്പോൾ പറയുമ്പം അവരൊന്നും ആവൂല, അവരുടെ പേരിൽ വരുത്താൻ വേണ്ടിയിട്ട് വേറെ വല്ലവരും ചെയ്തതായിരിക്കും. അങ്ങനെ സംഭവങ്ങളില്ല എന്നല്ലേ പറയാം, അങ്ങനെയും സംഭവങ്ങളുണ്ട്. അപ്പോ അങ്ങനെ ചെയ്തത് പോലും സ്വയം ഏറ്റെടുക്കുകയും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ വിലപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റ് സമൂഹങ്ങളൊക്കെ അഹിംസയെക്കുറിച്ച്, ശാന്തിയെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച് ഇനി ആത്മാർത്ഥതയോടെ ആണെങ്കിലും അല്ലെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ ചർച്ച ചെയ്യുന്നത് ചാവേറിനെ കുറിച്ചും അക്രമാസക്ത ജിഹാദിനെ കുറിച്ചും ആവേശഭരിതരാവുകയാണ് ചെയ്യുന്നത്. ഖുർആനിൽ നിന്നുള്ള വ്യക്തമായ വ്യതിചലനമാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത്. ഏറ്റവും കടുത്ത തിന്മയെപ്പോലും നന്മ കൊണ്ട് പ്രതിരോധിക്കാനാണ് അതിലെ യുക്തിയാണ് ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഏറ്റവും കടുത്ത തിന്മയെപ്പോലും നിങ്ങൾ നന്മ കൊണ്ട് നേരിടണമെന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ലഭിക്കുന്ന നന്മയെക്കുറിച്ചാണ് ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത്. അതാണല്ലോ ലാ യസ്തവിൽ ഹസനത്തു വല സയ്യിഅത്തു, ഞാൻ മുമ്പ് പറഞ്ഞു, നന്മയും തിന്മയും തുല്യമാവുകയില്ല. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ടാണ് നീ തടുക്കേണ്ടത്. അപ്പോൾ നീയും ആരുമായിട്ട് ശത്രുതയുണ്ടോ അവനും തമ്മിൽ കഅന്നഹു വലിയുൻ ഹമീം, നിങ്ങൾ ആത്മമിത്രം പോലെയായിത്തീരും. എന്നാൽ തങ്ങളിൽ തീവ്രമായി വിശ്വസിക്കുന്നു എന്ന് പറയുകയും, ഈ ഖുർആനിൽ തങ്ങൾ തീവ്രമായി വിശ്വസിക്കുന്നു എന്ന് പറയുകയും, യാതൊരു സൈദ്ധാന്തിക അടിത്തറയുമില്ലാത്ത, മൂല്യവിചാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, ധർമാധർമ്മങ്ങളെക്കുറിച്ച് വിവേചിച്ചറിയാൻ കഴിയാത്ത ചില സമൂഹങ്ങളെക്കാൾ മ്ലേച്ഛമായും പ്രാകൃതമായും ഖുർആൻ കയ്യിലിരിക്കെ തന്നെ മുസ്ലിങ്ങൾ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നത് നാം അതിശയത്തോടു കൂടിയാണ് കാണുന്നത്. എന്തുകൊണ്ടാണിത്? സത്യത്തിൽ ഇങ്ങനത്തെ ഒരു വേദം തിന്മയെ നന്മ കൊണ്ട് നേരിടാൻ, ഏറ്റവും നല്ലതുകൊണ്ട് തിന്മയെ നേരിടാൻ പറയുന്ന ഉത്ബോധിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം, അതിൽ തങ്ങൾ വിശ്വസിക്കുന്നു എന്ന് തീവ്രമായി അവകാശപ്പെടുന്നു. എന്നിട്ട് അങ്ങനെ പറയുന്ന മുസ്ലിങ്ങൾ ഒരു പ്രവാചകൻ പോലും വന്നിട്ടില്ലാത്ത, യാതൊരു സൈദ്ധാന്തികമായ അടിത്തറയുമില്ലാത്ത, മൂല്യങ്ങളെക്കുറിച്ച് വിവരം കിട്ടാത്ത, മൂല്യങ്ങളെക്കുറിച്ച് സന്ദേശം കിട്ടാത്ത, മൂല്യങ്ങളെക്കുറിച്ചുള്ള അവബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, ധർമാധർമ്മങ്ങളെക്കുറിച്ച് വിവേചിച്ചറിയാൻ കഴിയാത്ത ചില സമൂഹങ്ങളെക്കാൾ മ്ലേച്ഛമായും പ്രാകൃതമായും ഇത്തരം ഒരു ഖുർആൻ കയ്യിലിരിക്കെ തന്നെ മുസ്ലിങ്ങൾ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നത് അതിശയകരമായിരിക്കുന്നു. ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ വക്താക്കൾ പലപ്പോഴും പരിതപിക്കുന്നത് കേൾക്കാറുള്ളതാണ്. ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെട്ട മതമാണെന്നും ആ തെറ്റിദ്ധാരണ നീക്കേണ്ടതാണെന്നുമൊക്കെ അതിലെ ചില വിഭാഗങ്ങൾ മനസ്സിലാക്കുന്നത് നമസ്കാരം വർദ്ധിപ്പിക്കണമെന്നാണ് എന്നും മറ്റു പള്ളി കേന്ദ്രീകൃത അനുഷ്ഠാനങ്ങളെ ശക്തിപ്പെടുത്തണമെന്നുമൊക്കെയാണെങ്കിൽ, മറ്റൊരു വിഭാഗം മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലേക്ക് കൂടി മതത്തെ വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്നും, മറ്റൊരു കൂട്ടർ മതചിഹ്നങ്ങളെയും മതപരമായ വേഷവിധാനങ്ങളെയും ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും വിശ്വാസികളിൽ അടിച്ചേൽപ്പിക്കണമെന്നുമാണ്. ഇതാണ് ഓരോ ആളുകളുടെയും ധാരണകളെക്കുറിച്ച്, അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മളെ ഗ്രൂപ്പൊന്നും ഞാൻ പറയില്ല, ഞാൻ ഇവരുടെ സ്വഭാവം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു ലോകത്ത്, അതിനി എന്ത് വേണം? ചില ആളുകൾ പറയുന്നത് നമ്മൾ നമസ്കാരം വർദ്ധിപ്പിക്കണമെന്നും പള്ളി കേന്ദ്രീകൃത അനുഷ്ഠാനങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ഒക്കെയാണെങ്കിൽ, മറ്റൊരു വിഭാഗം പറയുന്നത് നമ്മൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലേക്ക് കൂടി മതത്തെ വ്യാപിപ്പിക്കേണ്ടതുണ്ട്.
മറ്റൊരു കൂട്ടർ പറയുന്ന മതചിഹ്നങ്ങളെയും മതപരമായ വേഷവിധാനങ്ങളെയും ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും വിശ്വാസികളിൽ അടിച്ചേൽപ്പിക്കപ്പെടണമെന്നുമാണ്. ഇതൊക്കെ ചെയ്താലേ ഇനി തെറ്റിദ്ധരിക്കപ്പെട്ട ഇസ്ലാമിന്റെ ആ അവസ്ഥ മാറുകയുള്ളൂ എന്ന്. അത്യന്തം തീവ്രമായ നിലപാടുകളിലൂടെയാണ് ഇവയൊക്കെ സാധിച്ചെടുക്കേണ്ടത് എന്നുമാണ് ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത്. ഖുർആന്റെ ശരിയായ വായനയിലൂടെ മാത്രമേ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട നിലവിലുള്ളതും ഇനി വരാൻ പോകുന്നതുമായ സകല കാര്യങ്ങളും ഖുർആന്റെ പരിധിയിൽ വരുന്നുണ്ടെന്നും അവയൊക്കെ ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടേണ്ടതെന്നും മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അറബി ഭാഷ അറിയാത്ത ഏതൊരാൾക്കും പരിഭാഷകളെ ആശ്രയിക്കാനേ നിവൃത്തി ഉണ്ടാവുകയുള്ളൂ. ഇത്തരം ഖുർആൻ പരിഭാഷകളിലൂടെ അനുവാചകന് ലഭിക്കുന്ന അറിവുകൾ പലപ്പോഴും ആ ഖുർആനിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന് വിരുദ്ധവും മനുഷ്യത്വരഹിതമായ തീവ്ര നിലപാടുകൾക്ക് പ്രേരകവുമായി തീരുന്നു എന്ന കാര്യം നാം നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പോ ഖുർആന്റെ ശരിയായ വായനയാണ്. അത് പറയുമ്പോൾ ഖുർആനിന്റെ ശരിയായ വായനയിലൂടെ ഇത് സാധിച്ചെടുക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ ഈ തെറ്റിദ്ധരിക്കപ്പെട്ട ഇസ്ലാമിനെ ലോകത്തിന് ഇനി അതിന്റെ ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടാൻ കഴിയും എന്ന് നാം പറയുമ്പോൾ ഖുർആൻ പരിഭാഷകളിലൂടെ ഒരു അനുവാചകന് ലഭിക്കുന്ന അറിവ് ഖുർആനിന്റെ ഈ പ്രഖ്യാപിത മനുഷ്യ സ്നേഹത്തിനും സൗഹൃദത്തിനും സാഹോദര്യത്തിനും സഹജീവികളോടുള്ള കരുണയ്ക്കും സമാധാനത്തോടും സുരക്ഷിതത്വത്തോടു കൂടിയുള്ള ജീവിതം ലോകത്തിന് നൽകാനും വേണ്ടിയാണ് ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഖുർആൻ ഒന്ന് വായിച്ചു നോക്കട്ടെ എന്ന് ഏതെങ്കിലും അറബി അറിയാത്ത ആളുകൾ അതിൻ്റെ പരിഭാഷയെ ആശ്രയിക്കേണ്ടി വന്നാൽ പലപ്പോഴും പല വചനങ്ങളുടെയും വിശദീകരണം അവരുടെ ഈ ആഗ്രഹത്തിന് ചിലപ്പോൾ തടസ്സം നിൽക്കുന്ന രൂപത്തിലായിരിക്കാം. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് 8:12 പറയുന്നുണ്ടല്ലോ, അതിനാൽ കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടിക്കളയുക, അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക. നോക്കൂ, ഇതൊരു മലയാളത്തിലുള്ളൊരു പരിഭാഷയിൽ കാണുന്ന ഇത് വായിക്കുന്നപ്പോൾ നമ്മൾ ഖുർആന്റെ ലക്ഷ്യം ഇതൊക്കെയാണെന്ന് പറയുകയും ചെയ്തു. ഖുർആനിന്റെ ലക്ഷ്യം ഇതെല്ലാമാണ് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ഒരു സഹോദരനോട് അന്നാ ഇത്രയും ഉത്കൃഷ്ടമായ ഖുർആൻ ഒന്ന് വായിച്ചു നോക്കാം എന്ന് വിചാരിച്ചിട്ട് അയാൾ ഇങ്ങനെ വായിച്ചു പോരുമ്പോഴാണ് ഇത് കാണുക. ഒരു മലയാള പരിഭാഷയിൽ ഒരു വാചകമാണ് ഞാനിത് വായിച്ചത്. അതിനാൽ കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടിക്കളയുക, അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക. 8:12 പാരമ്പര്യമായ മലയാളത്തിലുള്ള എല്ലാ പരിഭാഷകളും ഏകദേശം ഇതന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതിൽ ഒരു പരിഭാഷയിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ വചനത്തിൽ വെട്ടിക്കളയുക എന്ന അർത്ഥം പറഞ്ഞിരിക്കുന്നതിന് ഇളിരിബു എന്ന വാക്കാണ്. ഫളിരിബു. ഈ ഇളിരിബു എന്ന വാക്കിന് എങ്ങനെയാണ് വെട്ടുക എന്ന അർത്ഥം കിട്ടുക എന്ന് എനിക്കറിയുന്നില്ല. ലറബ എന്നുള്ള വാക്കിന് കഴുത്തിന് മീതെ വെട്ടുക എന്ന്, ഫൗക്കല്ലാൻ ഈ അഴനാക്ക് എന്ന് പറഞ്ഞത് തന്നെ ഖുർആനിൽ ഉപയോഗിച്ച സ്ഥലങ്ങളിൽ ഒന്നും ശരിയായ പിരടി എന്നുള്ള അർത്ഥത്തിനല്ല. ഇപ്പൊ സൂറത്ത് യാസീൻ തന്നെ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഗശൈനാഹും ഫഹും ഇലൽ അദ്ഖാനി ഫഹും മുക്മഹൂൻ വജഅൽനാ ഫീ അഅനാകിഹിം അഗ്ലാലൻ, അവരുടെ പിരടികളിൽ ഞാൻ ചില ചങ്ങലകൾ ഉണ്ടാക്കി. അവിടെയും അഅനാക്ക് എന്ന് ഉപയോഗിച്ചു. സത്യത്തിൽ ഈ അഅനാക്ക് എന്ന് പറഞ്ഞാൽ പോലും സത്യത്തിൽ യഥാർത്ഥമായ നമ്മളുടെ കഴുത്ത് എന്നുള്ള അർത്ഥത്തിനല്ല എന്ന് എൻ്റെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഖുർആൻ ഉപയോഗിച്ചത് തന്നെ അഅനാക്ക്. അവിടെ അഅനാക്ക് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ നിഷേധികളുടെ ഏതെങ്കിലും ആളുകളുടെ കഴുത്തിൽ നോക്കിയാൽ ചങ്ങല കാണാൻ കഴിയില്ല. ഏത് നിഷേധിയുടെ കഴുത്തിൽ നോക്കിയല്ല ചങ്ങല കാണാൻ കഴിയുക. എന്നാൽ സൂറത്ത് യാസീനിലാകട്ടെ ഇന്നാ ജഅൽനാ ഫീ അഅനാകിഹിം അഗ്ലാലൻ എന്ന് പറയുന്നുണ്ട്. അവരുടെ അഅനാക്കുകളിൽ ഞാൻ ചങ്ങലയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ മനസ്സിലാണ്, അവരുടെ ബുദ്ധിയിലാണ്. ഈ സത്യം കാണാതിരിക്കാൻ അവരുടെ മനോമുഖരത്തിൽ ഖുർആനികമായ യാഥാർത്ഥ്യവും സത്യവും അവർക്ക് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവരുടെ ചിന്തയിലും അവരുടെ മനസ്സിലുമാണ് സത്യത്തിൽ ചങ്ങലുള്ളത്. അല്ലാതെ പെരടിയിൽ നായിനിട്ട ചങ്ങല പോലത്തെ ഒരു ചങ്ങലയല്ല. നീ അകലാലി എന്ന് പറഞ്ഞാലും ശരിയായ ചങ്ങലയല്ല. അത് ഖുർആൻ പറഞ്ഞല്ലോ, പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ആഗമനോദ്ദേശത്തെക്കുറിച്ച് ഖുർആൻ വിവരിക്കുന്നുണ്ട്. വയളഉ അൻഹും ഇസ്റഹും,
ആ പ്രവാചകൻ അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കും എന്ന് പറഞ്ഞാൽ അറബികളായ സമൂഹം കുറെ ഭാരം ഏറ്റിങ്ങാണ്ട് നടക്കിയിരുന്നു. അതൊക്കെ വാങ്ങി താഴത്ത് വെക്കുന്നല്ല, അവരുടെ അടിമത്തം എന്നാണത്. പിന്നെന്താണ്? വല്ല അകലാലല്ലത്തീഫി അയനാക്കിയും അവരുടെ പിരടുകളിലുള്ള ചങ്ങലയും ആ പ്രവാചകൻ വന്നിട്ട് ഇറക്കി വെക്കും, അഴിച്ചു വെക്കും എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആൾക്കാരെയൊക്കെ, അതാണ് അടിമത്തത്തിന്റെ ചങ്ങലയാണത്. അടിമത്തത്തിന്റെയും പീഡനത്തിന്റെയും മർദ്ദിക്കപ്പെട്ടതിന്റെയും ആ അവസ്ഥയൊക്കെ മാറ്റി അവർക്ക് സ്വതന്ത്രമായ ഒരു അവകാശം വാങ്ങിക്കൊടുക്കും ആ പ്രവാചകൻ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നെല്ലാവർക്കും അറിയാം. ഖുർആനിൽ ലറബ എന്ന് ഉപയോഗിച്ച ഒരു സ്ഥലങ്ങളിലും, ഈ സ്ഥലത്തല്ലാതെ, ഇപ്പൊ ഈ 8:12 എന്ന് പറയുന്ന ഈ വചനത്തിലല്ലാതെ ഏറിക്കവിഞ്ഞാൽ അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറിക്കവിഞ്ഞാൽ അടി വരെ എത്തിയിട്ടുള്ളൂ അറബക്ക്. മറിച്ച് ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞത് വളിരിബ് ലഹും മസലെന്ന, അവർക്ക് നീ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്ന. ലറബ മസൽ എന്ന് പറഞ്ഞിടത്തൊക്കെ ഉദാഹരിച്ചു കൊടുക്കുക, ഉദാഹരണം പറഞ്ഞു കൊടുക്കുക എന്നാണ്. ഇനി ഏറി കവിഞ്ഞാൽ തന്നെ എത്രയുള്ളൂ? അടിക്കുക എന്നുള്ള അർത്ഥത്തിനെ ഖുർആനിൽ വന്നിട്ടുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. ബാക്കി ഈ സ്ഥലത്ത് മാത്രമാണ് പരിഭാഷകർ വെട്ടുക എന്നുള്ള അർത്ഥം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ സ്ഥലത്ത് 2 നിലക്ക് അർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഖുർആനിന്. ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഇതാണ്, അത് പാരമ്പര്യ വ്യാഖ്യാനം. എന്നാൽ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ ഒന്ന് പറഞ്ഞത് എന്താണ്? അവരുടെ വിശ്വാസ വൈകല്യങ്ങളെ മുഴുവൻ എന്ത് ചെയ്യാം? സ്ട്രൈക്ക് ചെയ്തുകൊണ്ട്, അതിനെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് അവര് പണിത എല്ലാ അവരുടെ ബനാന്ന് തന്നെ നിർമ്മിക്കുക. അവർ പണിത മുഴുവൻ വിശ്വാസങ്ങളെയും നിങ്ങൾ തച്ചുടക്കുകയും ശരിയായ വിശ്വാസം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിൽ വിശദീകരിച്ചവരുണ്ട്. ഇനി രണ്ടാമത് ഒന്നുകൂടി പറഞ്ഞാൽ അൽ അഅനാക്ക് എന്നുള്ളത് പറഞ്ഞാൽ പ്രമാണിമാരും നേതാക്കന്മാരും എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചൊരു വ്യാഖ്യാനമുണ്ട്. കഴുത്ത് എന്നല്ല. അതുപോലെ തന്നെ ബനാൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ശക്തനായ സന്തതി എന്ന അർത്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് പേജ് ലെക്സിക്കൻ ഡിക്ഷണറി പേജ് 2176 കോളം 1 അതിന്റെ മധ്യത്തിൽ പറയുന്നുണ്ട് അൽ അഅനാക്ക് എന്ന് പറഞ്ഞാൽ പ്രമാണിമാരും നേതാക്കന്മാരും. ബനാൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ശക്തനായ സന്തതി. ചുരുക്കത്തിൽ സമാധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ കരാറുകൾ മുഴുവൻ ലംഘിക്കുകയും അക്രമത്തിന് വരികയും ചെയ്യുന്ന നിഷേധികളിലെ പ്രമാണിമാരെയും അവരിൽ നിന്നുള്ള ശക്തരായ സന്തതികളെയും പ്രഹരമേൽപ്പിച്ചുകൊണ്ട് അവരെ ഈ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അക്രമം അവസാനിപ്പിക്കാനാണ് ഇവിടെ പറയുന്നത്. ഈ 2 വ്യാഖ്യാനമാണ്. ഈ 2 വ്യാഖ്യാനം എടുത്താലും ഇവിടുത്തെ ഒരു അക്രമാസക്തമായ ഖുർആനായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെ ഖുർആനിൽ ഇളിരിബു എന്ന വാക്കിന് വെട്ടുക എന്ന് ഖുർആനിൽ എവിടെയും പറയാത്ത ഒരർത്ഥം ഈ ആയത്തിൽ കൊണ്ടുവന്നു. അഅനാക്ക് എന്ന് ശരിയായ പിരടി എന്ന അർത്ഥത്തിൽ ഖുർആനിൽ എവിടെയും ഉപയോഗിക്കാത്ത ഒരർത്ഥം ഇവിടെയും കൊണ്ടുവന്നു. ശരിയായ മനുഷ്യന്റെ കഴുത്ത് എന്നുള്ള അർത്ഥത്തിൽ അഅനാക്ക് എന്ന പദം ഖുർആനിൽ എവിടെയും വേറെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അർത്ഥവും ഇവിടെ കൊണ്ടുവരിക മുഖേന എന്ത് ചെയ്തു? ഖുർആനിനെ ഒരു തീവ്രമായ ഗ്രന്ഥമാക്കി ആളുകളെ കൊന്നിട്ട്. അപ്പൊ ഞാൻ എന്റെ ഈ ക്ലാസിന്റെ ഈ സെഷനിലുള്ള ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഷഹീദ് എന്ന വാക്ക് ഖുർആനിൽ എവിടെയും രക്തസാക്ഷി എന്ന വാക്കിന് അർത്ഥത്തിന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല. അതാണ് ലി തകൂനു ശുഹദാ അലന്നാസി, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടി ജീവിത സാക്ഷികളാണ് ആകേണ്ടത്. നമ്മൾ സത്യത്തിലും നീതിയിലും ധർമ്മത്തിലും അനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും വിധിവിലക്കുകൾക്കും അനുസരിച്ച് ജീവിക്കുക. നമ്മൾ ജനങ്ങൾക്ക് സാക്ഷികളാകുക. എങ്ങനത്തെ? ജീവിത സാക്ഷികൾ. എന്നിട്ട് പിന്നെ അതിന്റെ തൊട്ട വാക്ക് വയകൂനു റസൂലു അലൈക്കും ഷഹീദ, റസൂല് നിങ്ങൾക്ക് ഷഹീദാവുകയും വേണം, റസൂല് നിങ്ങൾക്ക് ജീവിത സാക്ഷിയാവുകയും വേണം. അപ്പൊ അതാണ് റസൂലും ഷഹീദാണ്. നമ്മളും മറ്റു ജനങ്ങൾക്കും ജീവിത സാക്ഷികളാണ് ആകേണ്ടത്, അല്ലാതെ തന്റെ സഹജീവിയെ കൊന്നിട്ട് രക്തസാക്ഷിയല്ല ആകേണ്ടത്. അപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറയുന്നത്, ഖുർആനിന്റെ ഒരു പുനർവായന നടത്തണമെന്ന് പറയുമ്പോൾ പരിഭാഷകൾ അതിന് ഏതെങ്കിലും ഒരു സഹോദരൻ എന്നാ പരിഭാഷ ഒന്ന് വായിച്ചു നോക്കിയാൽ അവർ കാണുന്ന ഈ രൂപത്തിലുള്ള ഖുർആനിന്റെ വികലമായ പരിഭാഷകളാണ്. അപ്പൊ അതും നമ്മൾ ഈ തരുണത്തിൽ ഒന്ന് പരിശോധിച്ചുകൊണ്ട് അതിന്റെ ഒരു ശരിയായ രൂപത്തിൽ ഖുർആനിന്റെ ഒരു വായന നടത്തലും ലോകത്തിൽ നിന്ന് ഈ തീവ്രമായ നിലപാടുകളെയും ഭീകരമായ വാദങ്ങളെയും മതമൗലികവാദങ്ങളെയും തുടച്ചു നീക്കാൻ എന്താണ് മതത്തിന്റെ മൗലികത എന്ന് പഠിപ്പിക്കണം. ആ മതത്തിന്റെ മൗലികത പഠിപ്പിച്ചിട്ട് അതിൽ തീവ്ര നിലപാടെടുക്കാൻ അവരെ പ്രേരിപ്പിക്കണം. അപ്പൊ ലോകത്ത് സമാധാനമാണ് ഉണ്ടാകുക.
നേരെ മറിച്ച് തന്റെ സഹജീവികളെ കൊന്ന് സ്വർഗം നേടലാണ് മതത്തിന്റെ മൗലിക തത്വം. ചില അനുഷ്ഠാന ആചാരങ്ങളാണ് മതത്തിന്റെ മൗലിക തത്വം. ചില വേഷഭൂഷാദികളിലുള്ള തീവ്രമായ നിലപാട് സ്വീകരിക്കാതിലാണ് മതത്തിന്റെ മൗലിക തത്വം എന്ന് വ്യാജമായ വികൃതമായ അള്ളാഹുവിന്റെ പേരിലോ അല്ലെങ്കിൽ പ്രവാചകന്റെ പേരിലോ കെട്ടിയുണ്ടാക്കപ്പെട്ട വ്യാജ പ്രമാണങ്ങൾ ഒരു സമൂഹത്തെ പഠിപ്പിക്കുകയും എന്നിട്ട് ആ സമൂഹം തീവ്രവാദികളായതിന്റെ പേരിൽ അവരെ ആക്ഷേപിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ അടിസ്ഥാന പ്രമാണം ഏതാണെന്ന് അവരെ പഠിപ്പിക്കണം. ആ അടിസ്ഥാന പ്രമാണത്തിൽ എന്താണ് പറയുന്നത് എന്ന് പഠിപ്പിക്കണം. എന്നിട്ട് വേണം അവരെ പരിവർത്തിപ്പിച്ചെടുക്കാൻ. അല്ലാതെ മതത്തിന്റെ മൗലികതയെ കുറിച്ചുള്ള അവരുടെ ധാരണ വേറെ ഒന്ന് കൊടുക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, മതത്തിന്റെ മൗലികത എന്ന് പറയുന്നത് ചില ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആക്കുക, ചില വേഷഭൂഷാദികളിലെ തീവ്ര നിലപാട് സ്വീകരിക്കലാക്കുക, തന്റെ സഹജീവികളെ ആരെങ്കിലും വെട്ടിക്കൊന്ന് ജിഹാദ് നടത്തി രക്തസാക്ഷിത്വം വഹിച്ചാലാണ് അതാണ് മതത്തിന്റെ മൗലികത എന്ന് പഠിപ്പിക്കുക. അങ്ങനെ ചെയ്താലാണ് സ്വർഗം കിട്ടുക എന്ന് പഠിപ്പിക്കുക. എന്നിട്ട് അത് വിശ്വസിക്കുന്ന ജനസമൂഹങ്ങൾ ലോകത്താകമാനം തീവ്രവാദികളും ഭീകരവാദികളുമായി പോയതിന്റെ പേരിൽ പരിതപിക്കുക. അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അടിസ്ഥാനപരമായ ചികിത്സ നടത്തണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ അടിസ്ഥാനപരമായ ചികിത്സ എന്താണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രമാണം അത് പഠിപ്പിക്കുക. അത് ഏക പ്രമാണമേ ഉള്ളൂ, അത് ഖുർആൻ മാത്രം. ആ ഏക പ്രമാണത്തിൽ മൗലിക തത്വങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പഠിപ്പിക്കുക. അതിന് വികലമാക്കപ്പെട്ട ചില പരിഭാഷകളും ദുർവ്യാഖ്യാനങ്ങളുമുണ്ട്. അതിനെ മാറ്റി തിരുത്തിക്കൊണ്ട് അതിനെ ശരിയായ രൂപത്തിൽ വായിക്കാൻ പ്രേരിപ്പിക്കുക. ഇപ്പൊ ഇൽരിബു എന്ന് പറയുന്ന വാക്കുകൾക്ക് വെട്ടുക എന്നും അവനാക്ക് എന്ന് പറഞ്ഞാൽ ശരിയായ പിരടി എന്നും ഒക്കെ കൊടുത്ത ഈ അർത്ഥങ്ങളിൽ നിന്ന് മാറ്റി അതിന്റെ ഖുർആൻ ആ പദങ്ങളെ മറ്റു സ്ഥലങ്ങളിൽ ഏതൊരർത്ഥത്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കുക. എന്നിട്ട് ആ അർത്ഥത്തിന് തന്നെ ഇവിടെയും ഉപയോഗിക്കുക. ഇതേ അർത്ഥം തന്നെ 9-12 പറയുന്നുണ്ട്. അവിടെ ആ ആയത്തും ഈ ആയത്തും കൂടിയും വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വഇൻ നകസു അയ്മാനഹും മിൻ ബഅദി അഹദിഹിം, ഇനി അവർ ഉടമ്പടി ചെയ്ത ശേഷം വതഅനു ഫീ ദീനിക്കും, നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോട് അവർ അതിക്രമത്തിന് വരികയും ചെയ്താൽ ഫഖാത്തിലു, അവരോട് നിങ്ങൾ പോരാടുക, അയിമ്മത്തൽ കുഫ്രി, അവരിലെ പ്രമാണിമാരോട്, ഇന്നഹും ലാ അയ്മാന ലഹും ലഅല്ലഹും യന്തഹൂൻ. അതും ഞാൻ പറഞ്ഞല്ലോ, അവരെ പിന്നെ കിതാലി എന്ന വേർഡ് തന്നെ കൊല്ലുക എന്നുള്ള അതിന് വിഷയം വലിയൊരു വിഷയമായി ഇനി നമുക്ക് വേറൊരു സന്ദർഭത്തിൽ സംസാരിക്കാം. ഇതിപ്പോ ഈ അവസരത്തിലും കഴിഞ്ഞ അവസരത്തിലും ആയിട്ട് ഇപ്പൊ കുറെ നിങ്ങൾ ക്ഷമിച്ചിരുന്നു. കിതാലി എന്ന വേർഡ് തന്നെ കൊല്ലുക എന്നുള്ള അർത്ഥത്തിനല്ല. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കിതാൽ എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ സ്ഥലങ്ങളിലും ആശയ പോരാട്ടമാണ്. ഇപ്പൊ ഖുർആൻ ഒരായത്ത് വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അതിന് തെളിവായിട്ട് കൊണ്ട്. ഫഖ്തുലു അൻഫുസക്കും വതൂബു ഇലാ ബാരിയിക്കും ഫഖ്തുലു അൻഫുസക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് നിങ്ങളെ കൊന്നുകൊണ്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊന്നിട്ട് പിന്നെ എങ്ങനെ അള്ളാഹുവിലേക്ക് പക്ഷാതപിച്ച് മടങ്ങുക? അപ്പൊ ഫഖ്തുലു എന്ന് പറഞ്ഞാൽ അവിടെയും കൊല്ലുക എന്നല്ല, നമ്മുടെ വിശ്വാസ രംഗത്തുള്ള ആശയങ്ങളെ, തെറ്റായ വിശ്വാസങ്ങളെ മുഴുവൻ വധിച്ചു കളഞ്ഞ് ഇല്ലാതാക്കി ശരിയായ വിശ്വാസത്തിലേക്കുള്ള തിരിച്ചുപോക്ക് എന്ന ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിൽ ഈ കിതാലി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കിതാലി എന്ന വാക്ക് ഉപയോഗിച്ച ഒരുപാട് സ്ഥലങ്ങൾ പരിശോധിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും ആളെ കഴുത്തു വെട്ടാനാണോ അല്ലേ ഈ കിതാലി എന്നുള്ള വാക്കും ജിഹാദ് എന്നുള്ള വാക്കും ഇനിയൊന്ന് പഠിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പൊ അതാ ഞാൻ പറയുന്നത്, ഇവിടെ പല സ്ഥലങ്ങളിലും കിതാല് പറഞ്ഞിട്ട് പിന്നീട് ആ ജനങ്ങളെ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ കാത്തിലു അയിമ്മത്തൽ കുഫിരി, അവരെ കൊല്ലാനാണെങ്കിൽ ലഅല്ലഹും യന്തഹൂൻ, അവരത് അവസാനിപ്പിച്ച് അത് അവരുടെ അക്രമം അവർ അവസാനിപ്പിച്ച് അതിൽ നിന്ന് അവർ വിരമിച്ചേക്കും എന്ന് എങ്ങനെയാ പറയാ? അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അവരെ കൊന്നുകളഞ്ഞാൽ പിന്നെ അവർ വിരമിച്ചല്ലോ. നേരെ മറിച്ച് അവരുടെ അക്രമം അവസാനിപ്പിച്ച് അവരതിൽ നിന്ന് ആ കരാറ് ലംഘനത്തിൽ നിന്ന് അവർ വിരമിച്ച് തിരിച്ചു വന്നേക്കും എന്ന് പറയണമെങ്കിൽ അവരെ കൊല്ലലല്ലോ. ഫഖാത്തിലു അയിമ്മത്തൽ കുഫ്രി, അവരെ നിങ്ങൾ കൊന്നുകളയുക എന്ന് പറഞ്ഞില്ല. ലഅല്ലഹും യന്തഹൂൻ, അവരത് അവസാനിപ്പിച്ച് അതിൽ അത്തരം പ്രവർത്തികളിൽ നിന്ന് അവർ ഒരു വേള വിരമിച്ചേക്കും എന്ന് പറയണമെങ്കിൽ അവരത് വിരമിച്ച് സത്യത്തിലേക്ക്, ശരിയായ സമാധാനത്തിലേക്കും കരാറുകളും ഉടമ്പടികളും പാലിക്കേണ്ടതിലേക്കും അവർ തിരിച്ചു വരുമെന്നല്ലേ പറയുന്നത്. അപ്പൊ കൊന്നുകളഞ്ഞാൽ പിന്നെ എങ്ങനെ അവർ തിരിച്ചു വരിക?
അപ്പൊ ഈ കിതാല് പറഞ്ഞ പല ആയത്തുകളും ഞാൻ പരിശോധിച്ചു നോക്കിയപ്പോൾ ഈ കിതാല് കഴിഞ്ഞ് പിന്നീട് അവർ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവര് വിരമിക്കണമെങ്കിൽ അവരെ കൊന്നുകളയലല്ല. യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത്, ദീന് എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഭൗതിക ശരീരം ഇല്ലാതാക്കാനല്ല, അവന്റെ വിശ്വാസപരമായ വൈകല്യങ്ങളെ തിരുത്താനാണ് വേദങ്ങൾ വരുന്നത്. അവന്റെ സ്വഭാവങ്ങളെ തിരുത്താനാണ് വേദങ്ങൾ വരുന്നത്. അവന്റെ അന്ധവിശ്വാസങ്ങളെ തിരുത്താനാണ് വേദങ്ങൾ വരുന്നത്. അവരിൽ അനാചാരങ്ങൾ തിരുത്താനാണ് വേദങ്ങൾ വരുന്നത്. അവന് സ്വാതന്ത്ര്യം കൊടുക്കാനാണ് വേദങ്ങൾ വരുന്നത്. അവനെ ശാരീരികമായി ഇല്ലാതാക്കാനല്ല. അങ്ങനെ ശാരീരികമായി ഇല്ലാതാക്കാനാണെങ്കിൽ അള്ളാഹു എന്തിനാ ഒരു പ്രവാചകനെ വിടുന്നത്? അള്ളാഹ് തന്നെ ആ വ്യക്തിയാണ് ഇല്ലാതാക്കിയാൽ പോരെ. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു മനുഷ്യന്റെ സമൂലമായ പരിവർത്തനത്തിനും മനുഷ്യന് നല്ല ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുവാനുമാണ് പ്രവാചകന്മാർ വേദങ്ങളുമായി നിയോഗിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അതിനെ ഈ രൂപത്തിൽ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതാണ്, തെറ്റായ രൂപത്തിൽ അത് അവതരിപ്പിച്ചതാണ് അതിന് പറ്റിയ തകരാറ്. ഇത് ഖുർആന് മാത്രമല്ല, ലോകത്തെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും ഇത്തരം തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മതപരമായ ഈ അസഹിഷ്ണുതയാണ് ഇതിന്റെ തുടക്കം. ഈ പല ഇതും ഈ തീവ്ര ഭീകരതയുടെയും മതഭീകരതയുടെ തുടക്കം ഉണ്ടാകുക അങ്ങനെയാണ്. അപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിൽ ഇപ്പോ ആദ്യം അതൊന്നും വലിയ പ്രശ്നമില്ലാതെ തോന്നും. ഒരു താടി വെക്കാത്തതിന്റെ പേരിൽ തീവ്രമായ നിലപാട്, അല്ലെങ്കിൽ പർദ്ദയിടാത്തതിന്റെ പേരിൽ തീവ്ര നിലപാട്, ഒരു സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാത്തതിന്റെ പേരിൽ തീവ്രമായ നിലപാട്, ഒരു ദുആ ചെല്ലാത്തതിന്റെ പേരിൽ തീവ്രമായ നിലപാട്, ഒരു തൊപ്പി ധരിക്കാത്തതിന്റെ പേരിൽ അസഹിഷ്ണുത. ഇത് തന്നെയാണ് പല രാജ്യങ്ങളിലും ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ആണ് മതഭീകരതയിലേക്ക് എത്തിപ്പെടാറുള്ളത്. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ കാണിക്കുന്ന ഈ തീവ്ര നിലപാട് ഏതിനാണോ മതങ്ങളുടെ മൗലികമായ തത്വങ്ങൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ തീവ്രമായ നിലപാട് സ്വീകരിക്കാൻ താല്പര്യം കാണിക്കണമെന്നാണ്. ഇനിയും ഈ വിഷയവുമായി കുറെ സംസാരിക്കാനുണ്ട്. ഇത് വളരെ വിശാലമായ ഒരു വിഷയമാണ്. തീവ്രത അല്ലെങ്കിൽ ഭീകരത അല്ലെങ്കിൽ മതഭീകരത അല്ലെങ്കിൽ മതമൗലികത എന്നൊക്കെ പറയുന്ന വിഷയം. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് വിശദമായ പഠനവും ഒരു ചർച്ചയും ഒരു ക്ലാസും ഒക്കെ ആകാമെന്ന് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ ഭാഗങ്ങളിലുള്ള വാക്കുകളൊക്കെ ജിഹാദ്, ഖിത്താല് എന്നീ വാക്കുകൾ കൂടി ഖുർആനിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ അർത്ഥത്തിന് എങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പരിശോധനയും നടത്താം, നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ടും ഈ വിഷയം ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. കണ്ണിന് കണ്ണ്, കാതിന് കാത്, മൂക്കിന് മൂക്ക് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ആയത്തുകളൊക്കെ എൻ്റെ സഹോദരങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. അവിടെയൊക്കെ ഇനിയും നമുക്കൊരു പഠനം നടത്തേണ്ടതുണ്ട്. കണ്ണുകുത്തിയോൻ്റെ കണ്ണുകുത്താനല്ല, അതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പം പറയണം, ചെവി മുറിച്ചോൻ്റെ ചെവി മുറിക്കുക, കണ്ണിന് കണ്ണ്. ഒരാളെ കണ്ണ് കുത്തിയാൽ മറ്റയാളെ കണ്ണും കുത്തുക. ആ രൂപത്തിലൊക്കെ വല്ല അൻഫു ബിൽ അൻഫി, മൂക്കിന് മൂക്ക്, ഒരാളെ മൂക്ക് ചെത്തിയാൽ മറ്റയാളുടെ ചെത്തിയോന്റെ മൂക്കും ചെത്തുക. ഇങ്ങനെ ഈ രൂപത്തിൽ അങ്ങനെയൊക്കെ അല്ലേ അവിടെ എന്നൊക്കെ രൂപത്തിൽ പറയുന്ന അവിടെയൊക്കെ അതൊക്കെ ശരിക്കും പരിശോധിക്കേണ്ട ആയത്തുകളാണ്. ഇവിടെ ഞാൻ ഓതി വെച്ച ഒരായത്ത് കൂടിയുണ്ട്. അവിടുത്തെ അതായത് ഏതാണ്, വഖത്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, അവരെ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്ന ആയത്ത്. സഖിഫ എന്ന് പറയുന്ന വാക്കിന് അദ്റക്ക, കണ്ടെത്തുക എന്നുള്ള അർത്ഥം അല്ല എന്നുള്ള, അതിന് വേറെ അർത്ഥങ്ങളുണ്ടോ എന്ന് കൂടി ഒന്ന് പരിശോധിച്ച് അവിടേക്ക് പറ്റിയ ഏറ്റവും നല്ല അർത്ഥം ഏതാണെന്ന് നോക്കിക്കൊണ്ട് ആ അർത്ഥം കൊടുക്കുക. സഖാഫത്ത്, സഖിഫ, സഖാഫത്ത്, മർക്കസ് സഖാഫത്ത് സുന്നിയ എന്നൊക്കെ ഉണ്ട്. സഖിഫ എന്ന് പറഞ്ഞാൽ സംസ്കാരം നേടുക എന്നുള്ള അർത്ഥവുമുണ്ട്. സഖിഫ എന്ന് പറഞ്ഞാൽ ഒരാൾ സംസ്കാര സമ്പന്നനായിരുന്ന, അപ്പൊ നിങ്ങൾ നേടിയ സംസ്കാരം അനുസരിച്ചിട്ടായിരിക്കണം അവരോട് പോരാടേണ്ടത്. എന്നാൽ പോലും അവരോട് മസ്ജിദുൽ ഹറാമിന്റെ കാര്യത്തിലല്ലാതെ അവരോട് നിങ്ങൾ പോരാടാനോ തർക്കിക്കാനോ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ആയത്ത് തുടർന്ന്. മസ്ജിദുൽ ഹറാം എന്താണെന്നൊക്കെ കൂടുതൽ വിശദീകരിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ ആ ആയത്ത് കൂടുതൽ വിശദീകരിക്കാത്തത്. അപ്പോൾ മസ്ജിദുൽ ഹറാമിന്റെ കാര്യത്തിലല്ലാതെ അത് എന്താണെന്നൊക്കെ വിശദീകരിക്കുമ്പോഴേ ആ കാര്യത്തിൽ മാത്രമേ നിങ്ങൾ അവരോട് പോരാടാൻ പാടുള്ളൂ എന്നും, എന്നാൽ ഫിത്തനയും ആശയക്കുഴപ്പവും ഇല്ലാതായി തീർന്നാൽ അത് ആ പോരാട്ടം തന്നെ അവസാനിപ്പിക്കണമെന്നും ഖുർആൻ പറയുന്നുണ്ട്.
അപ്പോ സഖിഫ എന്ന് പറഞ്ഞാൽ അദ്റക്ക എന്ന് പറയുന്ന കണ്ടുമുട്ടുക എന്ന് പറയുന്ന അതിന്റെ രണ്ടാമത്തെ അർത്ഥം എടുക്കാതെ സഖിഫ സഖാഫത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ അർത്ഥം തന്നെ സംസ്കാരം നേടുക എന്നുള്ള അർത്ഥം എടുത്തുകൊണ്ട് അർത്ഥം പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ ഖുർആനിന്റെ ശരിയായ രൂപത്തിലുള്ള ഒരു വായന നടത്തുമ്പോൾ കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് എന്നുള്ള രൂപത്തിലുള്ള ആയത്തുകളൊക്കെ നമുക്ക് ശരിയായ ആശയം മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഭൂമിയിൽ സമാധാനവും ക്ഷേമവും ഐശ്വര്യവും നൽകുന്ന, അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, അതാണ് മോമിൻ, അതാണ് മുസ്ലിം. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന, അവൻ നിങ്ങൾക്കിട്ടിരിക്കുന്ന പേര് മുസ്ലിങ്ങൾ എന്നാണ്. ഈ മുസ്ലിം എന്ന പേര് മാറ്റിയിട്ട് മുസ്ലിങ്ങൾ ഷിയയും സുന്നിയും മറ്റതും ഇതുമൊക്കെ ആക്കി പേരുകൾ മാറ്റിയപ്പോൾ തന്നെ മുസ്ലിങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം, ഇസ്ലാം എന്നുള്ളതിന്റെ അടിസ്ഥാന ലക്ഷ്യം, മോമിൻ എന്നുള്ളതിന്റെ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അമവിയ ഭരണ കാലഘട്ടത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് രൂപം കൊള്ളുന്നത് വരെ ലോകത്ത് പ്രവാചകന്റെ അനുയായികൾ മുസ്ലിങ്ങളായിരുന്നു. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന, അവൻ നിങ്ങൾക്കിട്ടിരിക്കുന്ന പേര് മുസ്ലിങ്ങൾ എന്നാ ഖുർആൻ പറയുന്നത്. മിൻ കബുലു, അത് പൂർവ്വ വേദങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. ഒഫി ഹാദ, ഈ വേദത്തിലും അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ സലാമു ലോകത്തിന് കൊടുക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് സുരക്ഷിതത്വവും സമാധാനവും പ്രൊവൈഡ് ചെയ്യുന്നവൻ എന്നാണ്. അമിന എന്ന് പറഞ്ഞാൽ നിർഭയത്വം, സുരക്ഷിതത്വം എന്നാണ് അർത്ഥം, സമാധാനം എന്നാണ് അർത്ഥം. അപ്പൊ അതിനെ അഫ്അല എന്ന രൂപത്തിലേക്കാക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, അതാണ് ആമന, മറ്റുള്ളവർക്ക് സമാധാനവും സുരക്ഷിതത്വവും നൽകുന്നവൻ എന്നുമാണ് മോമിൻ എന്ന വാക്കിന്റെ ഒരർത്ഥം. അതാണ് അള്ളാഹുവിന്റെ പേര്. അള്ളാഹു അൽ മുഅ്മിനാണ് എന്ന് ഖുർആനിൽ ഒരായത്തിൽ പറയുന്നുണ്ട്. അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ ജബ്ബാറുൽ അസീസുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരായത്ത് എല്ലാവർക്കും അറിയുന്ന ഒരായത്താണ്. അവിടെ അള്ളാഹുവിന്റെ ഒരു വിശേഷണം അസ്സലാമാണ് അവൻ, പിന്നെ മറ്റൊരു വിശേഷണം അവൻ അൽ മുഅ്മിനാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിശ്വസിക്കുന്നവനാണ് എന്നല്ല, മറിച്ച് ലോകത്തിന് സമാധാനവും സുരക്ഷിതത്വവും നൽകുന്നവനാണ് അള്ളാഹു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അൽ മുഅ്മിൻ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അതേ വേർഡ് തന്നെയാണ് വിശ്വാസികളായ അവന്റെ പ്രത്യയശാസ്ത്രങ്ങളും അവന്റെ വിധിവിലക്കുകളും ഭൂമിയിൽ നടപ്പാക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഇട്ടിരിക്കുന്ന പേരും മുഅ്മിൻ എന്നാണ്. അതായത് സമാധാനം ലോകത്തിന് നൽകുന്നവർ എന്നുള്ള അർത്ഥത്തിന്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ ഖുർആനിനെ പുനർവായിച്ചുകൊണ്ട് ഖുർആൻ കൊണ്ട് ലോകത്തൊരു സമാധാനവും സുരക്ഷിതത്വവും നൽകുന്ന ഒരു മാനവ സമൂഹത്തെ സൃഷ്ടിക്കാനും മനുഷ്യർക്കിടയിൽ ഐക്യവും കരുണയും സ്നേഹവും സൗഹൃദവും ഉറപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഖുർആനിനെ ഒരു പുനർവായനയിലൂടെ അത് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.